ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി റൗണ്ട് ആകുമ്പോഴേ ബദർ എന്ന് പറയുകയുള്ളൂ. ആ ബദർ പോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. ലാ തസ്ഹമൂന ലാ തശുദ്ദൂന വലാ തദ്രിബൂന വലാ തദുറൂന. പരസ്പരം ആരും കാണാൻ വേണ്ടിയിട്ട് മാസം നോക്കും പോലെ തെക്കിത്തിരക്കാക്കൊന്നും വേണ്ട. എല്ലാ ആളുകൾക്കും അവന്റെ വീട്ടിൽ നിന്നാലും വീട്ടുമുറ്റത്ത് നിന്നാലും റോട്ടിൽ നിന്നാലും കാണാം. ഒരു തെക്കും തിരക്കും ഒന്നും അവിടെ ഇല്ല. എല്ലാവർക്കും റഹ്മാന റബ്ബിനെ കാണാൻ. എങ്ങനെ കാണുന്നു? അള്ളാഹിനെ കാണാന്നുള്ള വറുയ്യത്ത് മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ്. അള്ളാഹിനെ കാണുമെന്നുള്ളത് മഅലൂമാണ്, അതറിയപ്പെട്ട സംഗതിയാണ്. പക്ഷേ എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുന്നത്? വൽ കൈഫു, എങ്ങനെ കാണും, അത് മജ്ഹൂലാണ്. വൽ ഈമാനു ബിഹി, കാണുമെന്നത് കൊണ്ട് വിശ്വസിക്കലോ അത് എന്താണ്? അത് വാജിബായ സംഗതിയുമാകുന്നു. വസ്സുആലു അൻഹു, അത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ്, അത് മുബ്തദിഈങ്ങളുടെ സ്വഭാവമാണ്. മുബ്തദിഈങ്ങൾ അതിനെന്താ ഒരു സൂത്രം പറഞ്ഞെന്താ? അള്ളാഹ്ക്ക് കൈയുണ്ടെന്നാ. അള്ളാഹ്ക്ക് കാലുണ്ട്, ബാലുണ്ട് എന്ന് പറയുന്നത് തോന്നുന്നുണ്ട്. ബാലേ, അള്ളാഹുവിന് ബാലുണ്ട്. സിംഹത്തിനെ പോലെ നല്ല സൂരതൊക്കെ ഉണ്ട്, അവിടെ ഒരു വാലും ഉണ്ട് എന്ന്. അപ്പൊ അവരുടെ അള്ളാഹ് സിംഹാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്നാലും അള്ളയാണ്. ഇവിടെ വലിയൊരു പ്രസംഗിപ്പ് പറഞ്ഞില്ലേ, മഹാനായ 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 എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? മഹാനായാണ്. മഹാന്ന് ചെറിയ പുഷ്ടപ്പെട്ട് എന്തായി? മഹാനായ മൊയ്യരിയൻ. മഹാനായ മൊയ്യരി, മഹാനായ തങ്ങൾ ഉസ്താദ് എന്നൊക്കെ പറയും മഹാനായ. ഇതുപോലെ ഒരു പ്രയോഗങ്ങളാണിത്. അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, മുഖണ്ട്, എന്നിട്ട് അത് അർശിന്റെ മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വലിയൊരു കസാലയിൽ ഇങ്ങനെ ഇരിക്കുക. എത്ര കാലമായിട്ടുണ്ടാവും ഇപ്പൊ ഇരിക്കുന്നത്? എന്നാൽ ഈ കൂട്ടർക്ക് പറഞ്ഞൂടെ? അത് നമ്മുടെ മഹാത്മാ ഗാന്ധിജി, അതുപോലെ ശ്രീനാരായണ ഗുരു ഒക്കെ ഓരോരോ വലിയ സിറ്റികളിൽ, ബോംബെയിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഗാന്ധിയുടെ വോട്ടങ്ങനെ ഇരിക്കുക. എത്ര കാലമായി മൂപ്പരിയ്ക്കണ്? ആ ഒരു മുണ്ടൊക്കെ അങ്ങനെ പുതച്ചിട്ട് നല്ല ശുശ്രൂഷയിലും നല്ല ചിട്ടയിലും വളർന്നായ നമ്മുടെ മഹാനായ ഗാന്ധിജി മിസ്റ്റർ എത്ര കാലമായിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ പഴക്കമുള്ളതായ അള്ളാഹു തആലാവിന്റെ കസാലയിൽ എത്ര കാലമായിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അന്വേഷിക്കല് മുബ്തദിഈങ്ങളുടെ സ്വഭാവമാണ്, അത് ബിദ്അത്താണ്, അത് മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് അത് അന്വേഷിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നമ്മൾ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യുക. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, ലിയുഖീമു സലാഹ്, കാണാത്തതായിരിക്കുന്ന പടച്ചവനുണ്ട് എന്ന് സംവദിക്കാൻ വേണ്ടി അള്ളാഹിന്റെ ഭവനത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടാണല്ലോ വല്യ വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെടുന്നതാണല്ലോ നമ്മുടെ നിസ്കാരം. ഖിബലയില്ലാത്തവന് നിസ്കാരമില്ല. അത്ര വലിയൊരു മുഅല്ലമായ വസ്തുവാണത്. അതിന്റെ അരികിൽ കൊണ്ടുപോയി ഇതാ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു പടച്ചവനെ, ഇവിടെ വെള്ളമില്ല, ജനങ്ങളില്ല, ഇവിടെ ജലമില്ല, ഇവിടെ സഞ്ചരിക്കാൻ പറ്റിയതായ സ്ഥലമല്ല. അതുകൊണ്ട് ജനങ്ങളുടേതായിരിക്കുന്ന ഹൃദയം ഈ നാട്ടിലേക്ക് നീ ആകർഷിക്കണം. ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. തഹ്വീലൈഹിം വറുസുഖുഹും മിന സമറാത്തി, തന്നെയുമല്ല അവരിവിടെ വന്നാൽ ഇവിടെ പാർക്കുന്ന കാലങ്ങളിൽ അവർക്ക് ഇഷ്ടാനുസരണം അവരുടെ ജീവിത സൗകര്യങ്ങൾ നീ ഉണ്ടാക്കണം. ഭക്ഷണം അവർക്ക് നൽകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മഹത്തായിരിക്കുന്ന 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പുള്ളതായ ആത്മാർത്ഥമായിരിക്കുന്ന റബ്ബിനെ ഭയന്നതായ പ്രാർത്ഥന എത്ര അധികം ഫലപ്രദമായ പ്രാർത്ഥനയാണ്. കുട്ടികളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് ഒന്നും അറിയാത്തത് പോലെ തിരിഞ്ഞു പോകുമ്പോൾ ഹാജറാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാ പൊന്നു ഭർത്താവേ, അയ്ന തദ്ഹബൂ വതത്റുകുനാ ഫീ ഹാദിഹിൽ മഹല്ല, ഈ പ്രദേശത്ത് ഏറ്റവും വിഷമകരമാകുന്ന ഈ പാറകളുടെയും പർവ്വതങ്ങളുടെയും ഈ മുള്ളുമരത്തിന്റെയും കാട്ടുപൊന്തന്റെ മധ്യത്തിലായി ഇവിടെ ഇട്ട് വെച്ചിട്ടുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് പറയാനാ? എന്താണ് അവിടെ പറയാൻ? ഒന്നും പറയാനില്ലല്ലോ. കാരണം എത്രയോ ദൂരമായ സ്ഥലത്തിൽ നിന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ കൊടുന്നാക്കി. എന്ത് പറയാനാ? ഒന്നും വിടുന്നില്ല. പൊട്ടം കിട്ടുക. നമ്മളെ പെണ്ണുങ്ങളൊക്കെ അല്ല അപ്പടിക്കും. ഭക്ഷണം കൊടുക്കാൻ പൈസ, അരി വാങ്ങാൻ പൈസ ഇല്ല, മീൻ വാങ്ങാൻ പൈസ ഇല്ല, വേറെ ഒന്നും പൈസ ഒന്നും ഇല്ല. ഇയാൾ മുമ്പ് വലിയ വിടയിലാണ് പാന്റും സൂട്ടും ഒക്കെ വലിയ ടിപ്ടോന്റെ അറിയിപ്പോ എല്ലാം. നിങ്ങളിപ്പോ എവിടേക്കായി പോണത്? ഈ കുട്ടികൾ ഇവിടെ കഴിഞ്ഞിട്ട് എവിടുക്കാൻ പോകുന്നത്? ഒന്നും മിണ്ടണില്ല. പിന്നെയും ചോദിച്ചു, എല്ലാ മൂപ്പരെ എവിടുക്കാൻ നിങ്ങൾ പോകണത് എന്ന്. മൂന്നാമത് വേണ്ടിയില്ല, അപ്പടിക്കും. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുന്ന്. എവിടെ നിന്ന് കടം വാങ്ങാനോ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്ന്. എന്തെങ്കിലും പൊട്ടം കെട്ടണ്. മൂന്നാമതും ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ചോദിച്ചു, അല്ല ഇത് ആരുടെ കൽപ്പനയാണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, അമറനീ ഹക്കദാ റബ്ബി, എന്റെ രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്റെ രക്ഷിതാവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല.
മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു, ഇദൻ ലാ യുളയ്യുനി, എന്നാൽ എനിക്ക് പ്രശ്നമില്ല, എവിടെ പോയാലും പ്രശ്നമില്ല. രക്ഷിതാവിന്റെ കൽപ്പനയാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും പാഴാവുകയില്ല. എന്തൊരു അചഞ്ചലമായ കെട്ടുറപ്പുള്ള വിശ്വാസമാണ് പെണ്ണുങ്ങളെ മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹായുടെ വിശ്വാസം. ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മനുഷ്യന്റെ യാതൊരു നിലക്കുള്ള കാറ്റ് പോലും വീശുന്നില്ല. എന്തെങ്കിലും ഒരു ഭയമില്ലാത്ത നിർഭയമുള്ളതായ ഒരു സാധനം കൂടെ കാണാൻ എല്ലാം പേടിക്കപ്പെടുന്നതായ അവസ്ഥയാണ്. പക്ഷേ പറയുന്നത് എന്താണ്? റബ്ബ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ ഒന്നുകൊണ്ടും വിഷമമില്ല, പൊയ്ക്കോളി നിങ്ങള്. അപ്പോഴാണ് ഈ ദുആയുടെ ഫലങ്ങള് കാലക്രമേണ ഇങ്ങനെ സംഭവിച്ചേ കൊണ്ടേയിരിക്കുന്നു. അതെല്ലാം വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിവരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ പരിശുദ്ധമായിരിക്കുന്ന ആ വീട്, ആ വീട്ടിൽ നിൽക്കുന്നതായ സ്ഥലത്തേക്കുള്ള പ്രവേശനം, അതാണ് ദുഹൂൽ മക്ക, മക്കയിലേക്കുള്ള ദുഹൂൽ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ശറഫല്ലാഹു മക്ക, മക്കന്റെ മഹത്വം അല്ലാഹു നൽകട്ടെ എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്. ആ മക്കയിലേക്ക് എത്തിയാൽ അവൻ എന്ത് ചെയ്യും? ആദ്യം മക്ക എന്ന് പറയുന്ന നാട്ടിന്റെ അവിടെ എത്തുമ്പോൾ കാണാം, ഇങ്ങോട്ട് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് പ്രവേശനമില്ല. മംനു വൈരിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളല്ലാത്തവരുടെ ദുഹൂല് മംനു ആവുന്നു, പ്രവേശനമില്ല. പ്രത്യേകമായ ബോർഡുകളും പ്രത്യേകമായിരിക്കുന്ന തൂണുകളെല്ലാം കാണാം. അവിടെ എത്തിയാൽ അവൻ പറയണം, അല്ലാഹുമ്മ ഹാദാ ഹറമുക, അല്ലാഹുമ്മ ഹാദാ ഹറമുക വ അംനുക ഫഹരിംനി അലന്നാർ വ ആമിന്നി അദാബക മിൻ അദാബിക യൗമ തബ്അസു ഇബാദക വജഅൽനി മിൻ ഔലിയായിക വഹരി താഅതിക. അള്ളാഹുവിനോട് അവൻ പറയാണ്, പടച്ചവനെ, അല്ലാഹുമ്മ ഹാദാ ഹറമുക, ഈ പടച്ചവനെ ഞാനിപ്പോൾ പ്രവേശിച്ചത് നിന്റെ ഹറമാണ് തമ്പുരാനെ. നിന്റെ ഹറമ് നിന്റെ മഹ്ഫൂളായ പൂർണ്ണമായി കാത്തു സൂക്ഷിക്കപ്പെട്ട ആദരണീയമായ ഒരു സ്ഥലമാണ് തമ്പുരാനെ. അംനുക, നിന്റെ വിശ്വസ്തതയുടെയും ഒരു സ്ഥലമാണ്. ഒമൻ ദഖലഹു കാന ആമിന എന്ന് നീ വിശേഷിപ്പിച്ചതായ ഈ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചതായിരിക്കുന്ന ഈ നാട്ടിലേക്കാണ് ഞാൻ കടന്നത്. അതുകൊണ്ട് ഫഹരിംനി അലന്നാർ, ഈ നാട്ടിലുള്ളതായിരിക്കുന്ന മഹത്വങ്ങൾ കാത്തു സൂക്ഷിച്ചതുപോലെ സാധുവാ എന്റെ ശരീരം മുഴുവനും നരകത്തിന്റെ മേൽ നീ കാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. വആമിന്നി മിൻ അദാബിക യൗമ തബ്അസു ഇബാദക, അള്ളാഹുവിനോട് പറയാണ്, വആമിന്നി, എനിക്ക് സമാധാനം നീ തരണം, എനിക്ക് വിശ്വസ്തത എനിക്ക് നീ തരണം. മിൻ അദാബിക, നിന്റെ അദാബിനെ തൊട്ട്, യൗമ തബ്അസു ഇബാദക, നിന്റെ അടിമകളെ നീ യാത്രയാക്കപ്പെടുന്ന നാളിൽ വലിയ ബേജാറുള്ള ഒരു സമയമാണല്ലോ. ആ ഏറ്റവും ഭയാനകമായ ഘട്ടമാണ് മഅ്ശറാലോകം എന്നുള്ള. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ റളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ നംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിൻ അദാബല്ലാഹി ശദീദ്. ഏറ്റവും വലിയതായ ബേജാറുള്ള സമയമാണ്. അതുകൊണ്ട് പടച്ചവനെ, വാമിന്നി അദാബക യൗമ തബ്അസു ഇബാദക, എല്ലാവരും കൂടി ബേജാറാകുന്നതായ ഒരു സമയം. അവിടെ അള്ളാഹു പറയുകയാണ്, ആ ദിവസത്തെ നിങ്ങൾ കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ, അതാ കാണുന്നു ജനങ്ങളെ മുഴുവനും മസ്താന്മാരായി, എല്ലാവരും മസ്താന്മാരായി കാണുകയാണ്. ആ ഖിയാമത്ത് ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം, ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ എല്ലാം അട്ടിമറിഞ്ഞു പോയി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്ത്, എല്ലാം അട്ടിമറിഞ്ഞു പോയി. ആ സമയത്ത് എല്ലാവരും വെപ്പിളിയിലും ബേജാറിലും പരിഭ്രമത്തിലുമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ റളഅത്, എല്ലാ ഗർഭിണികളായിരിക്കുന്ന പെണ്ണുങ്ങളും സമയമാകുന്നതിന്റെ മുമ്പ് പേടിച്ച് ആകെ ഭയന്ന് വെപ്രാളപ്പെട്ട് പ്രസവിച്ചു പോയി. ഇന്നത്തെ പോലെയുള്ളതായ ആവശ്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. സമയമാകുന്നതിന്റെ മുമ്പ് എല്ലാം പ്രസവിച്ചു പോയി. തന്നെയുമല്ല, വതലഉ കുല്ലു ദാതി ഹംലിൻ അംലഹാ യൗമ തദ്ഹലു കുല്ലു മുർളിയത്തിൻ, കുഞ്ഞിന് മുല കൊടുക്കുന്നതായിരിക്കുന്ന ഉമ്മമാര് കുട്ടികളെ മറന്നുപോയി. മുലയിൽ പാല് കെട്ടി വീർത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് സമാധാനിപ്പിക്കുവാനും സന്തോഷിപ്പിക്കാനുള്ളതായ അവസരങ്ങളൊക്കെ മറന്നുപോയി. ഒരു പ്രസവിച്ചതായ കുഞ്ഞിന് ആ കുഞ്ഞിനോടുള്ളതായിരിക്കുന്ന മഹിമയും സന്തോഷത്തിന്റെ ആ വാത്സല്യത്തിന്റെ വിശാലത ആ ഉമ്മാക്കല്ലാതെ പങ്കിടാനും പറഞ്ഞു തീർക്കാനും സാധ്യമല്ല. അങ്ങനത്തെ കുഞ്ഞിനെ പോലും മറന്നുപോയി. എന്താ കാരണം? പേടിയാണ്, ബേജാറാണ്. എല്ലാ ഗർഭിണികളായ പെണ്ണുങ്ങളും സമയമാവുന്നതിന്റെ മുമ്പ് പെറ്റുപോയി. തന്നെയുമല്ല, തറന്നാസ സുക്കാറ, ജനങ്ങളൊക്കെ മസ്താന്മാരാണ്, ആർക്കും ബോധമില്ല. ഉമ്മനെയും ഉപ്പനെയും മക്കളെയും ഒന്നും ബോധമില്ല, സ്വയമാ ശരീരം തന്നെ അറിയുന്നില്ല. ഒമാഹും ബി സുക്കാറ, ഒരു മദ്യപാനികളായിട്ട് മസ്താന്മാരായതല്ല.
അള്ളാഹു പറയാണ് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ അദാബ് ഗൗരവമായതുകൊണ്ട് അവരാകമാനം വിപ്രാളത്തിലാകുന്നു. അങ്ങനത്തെ ഒരു അദാബ് വരുമ്പോൾ റബ്ബേ എന്നെ നീ കാത്തു രക്ഷിക്കണം എന്ന് ഈ പുണ്യമായ നാട്ടിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ പറഞ്ഞു കടക്കലാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു. വജഅൽനി മിൻ ഔലിയായിക വ അഹ്ലി ത്വാഅതിക, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന മഹാന്മാരോടുകൂടെ നിനക്ക് വഴിപ്പെടുന്നതായിരിക്കുന്ന സജ്ജനങ്ങളോടുകൂടെ എന്നെ നീ ഉൾപ്പെടുത്തണമെന്ന് ഒരു ചെറിയൊരു പ്രാർത്ഥന ആ നാട്ടിലേക്ക്. മറ്റുള്ള നാടുകളെ പോലെ അല്ലല്ലോ, ഒരു പ്രത്യേകമായ നാടാണല്ലോ. അങ്ങനെ കടന്നായിരിക്കണം ആ നാട്ടിലേക്കുള്ള പ്രവേശിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു തആല തങ്ങൾ പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇനി പരിശുദ്ധമായിരിക്കുന്ന കഅബയുമായി ബന്ധപ്പെടുന്ന ആരാധന കർമ്മങ്ങൾ, പള്ളിയിലേക്കുള്ള പ്രവേശനം, ഇപ്പൊ നാട്ടിലേക്കുള്ള മക്ക പ്രവേശനമാണ്. ഇനി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനം. അതിന്റെ ശേഷം ആ പരിശുദ്ധമായിരിക്കുന്ന കഅബയുമായി ബന്ധപ്പെടുന്നതായിരിക്കുന്ന അമലുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതെല്ലാം നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله ما بعد. മക്ക പ്രവേശനം അത് കഴിഞ്ഞു. ഇനി മസ്ജിദുൽ ഹറാം അഥവാ ഹറമിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനമാണ് മക്ക പ്രവേശനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഹറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹ്തറം, അതല്ലെങ്കിൽ മഹ്ഫൂദ്, വളരെയധികം ആദരിക്കപ്പെടുന്നതായ, അതിനോട് തുല്യതയില്ലാത്ത മറ്റൊരു സ്ഥലം അതിനോട് തുല്യപ്പെടുത്താനോ സാമ്യതപ്പെടുത്താനോ സാദർശിക്കാനോ പറ്റാത്ത എല്ലാവിധത്തിലുള്ള മഹത്വങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു പുണ്യകേന്ദ്രം. ഹറം എന്ന് അതിൻ്റെ അതിർത്തി ഏകദേശം 36ഓളം വരുന്ന മൈലുകളുടെ ഉള്ളിലാകുന്നു. പല ഭാഗത്തേക്കും നീണ്ടു മടങ്ങി ചുരുണ്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 36ഓളം വരുന്ന മൈലുകൾ ദൂരം വരുന്നു. മഹാനായിരിക്കുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി പരിശുദ്ധമായ മക്കായിലെത്തി. അപ്പോഴും തനിക്ക് പേടി, ഇത്രയും പുണ്യമായ ഒരു കേന്ദ്രത്തിൽ വന്നാൽ ഇനിയും പൈശാചികമായിരിക്കുന്ന അക്രമം കാരണമായി പരീക്ഷണത്തിൽ പെട്ടുപോകുമോ എന്നുള്ള പേടി അദ്ദേഹത്തിന് അസഹ്യമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായിക്കത്തുകൾ മുഖേന അദ്ദേഹത്തിന് സംരക്ഷണം നൽകി. മലായിക്കത്തുകളെ കൊണ്ട് ചുറ്റുഭാഗത്ത് പാറാവുകാരായി അവരെ നിർത്തി. അതിൻ്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് ഹറം എന്ന് പറയപ്പെടുന്നു. ചരിത്രത്തിൽ മറ്റൊരു കാരണം കൂടി കാണുന്നു. ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്ന പരിശുദ്ധമായ കല്ല് അത് ഹജറുൽ അബിയലായിരുന്നു, ഹജറുൽ നൂറായിരുന്നു. വളരെ പ്രകാശപൂരിതമായ കല്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ പേര് ഹജറുൽ അസ്വദാണെങ്കിൽ ഹജറുൽ അബിയലായിരുന്നു അതിന്റെ തുടക്കത്തിൽ. ആ കല്ല് സ്വർഗത്തിൽ നിന്ന് പോന്നു. പുണ്യമായ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അതിന്റെ പ്രകാശങ്ങൾ പല ഭാഗത്തേക്ക് അതിന്റെ പ്രഭകൾ വരുന്നു. വ്യാപകമായപ്പോൾ അതിന്റെ പ്രഭകൾ എത്തിയതായിരിക്കുന്ന ആ സ്ഥലത്തിന്റെ ഉള്ളിൽപ്പെട്ടതായ ആ സ്ഥലമാകുന്നു പരിശുദ്ധമായ ഹറം. അങ്ങനെയുള്ള ഹറമിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായ സ്ഥലമാണ് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് റൗണ്ടായി കിടക്കുന്ന പള്ളി, അതാണ് മസ്ജിദുൽ ഹറാം. ഒരു കാലഘട്ടത്തിൽ അവിടെ പള്ളി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ വിശാലമായ പള്ളിയാണുള്ളത്. അതിന്റെ മധ്യത്തിലാണ് ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആദ്യമായി ഭൂമി ലോകത്ത് സ്ഥാപിതമായ ആ വീടാകുന്നത് ലല്ലദീ ബിബക്ക, മക്കയിലുള്ള വീടാകുന്നു. ബക്ക, മക്ക, ഉമ്മുൽ ഖുറ, ബലദ്, ബലദുൽ അമീൻ എന്നൊക്കെ പറയുന്ന അവിടെയുള്ളതായിരിക്കുന്ന ഭവനം ലല്ലദീ ബിബക്ക. ആ പരിശുദ്ധമായിരിക്കുന്ന വീട് ലല്ലദീ ബിബക്ക മുബാറക്കൻ, അത് തന്നെ ബറക്കത്താക്കപ്പെട്ടതായ സ്ഥിതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്. പ്രധാനമായത് അംബിയാ മുർസലുകളുടെ പാദങ്ങളെ കൊണ്ട് പുണ്യമേൽക്കുക, അനുഗ്രഹീതമാകുക എന്നുള്ള ഒരു ബറക്കത്ത്. മലായിക്കത്തുവിന്റെ ഏതു സമയത്തും സ്പർശനങ്ങളും പ്രദക്ഷിണങ്ങളും നിലകൊള്ളുന്നതായിരിക്കുന്ന വീട് അവിടെ ആവുക, അതൊരു ബറക്കത്താകുന്നു. സാലിഹ്യങ്ങളുടെ കേന്ദ്രമാണ്.
അള്ളാഹുവിന്റെ ലക്ഷക്കണക്കായിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. ആ സ്ഥലത്ത് ഒരു പ്രവർത്തനത്തിന്, ഒരു സാലിഹായ ഒരു അമലിന് 1,00,000 സാലിഹായ അമലിന്റെ കൂലിയാവുന്നു. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് പറയണം, അപ്പോഴേ ഇതിനോട് തുല്യമാവുകയുള്ളൂ. അതുപോലെ ഏതൊരു നല്ല കാര്യങ്ങൾ അവിടെ ചെയ്താൽ ഇതിന് ലക്ഷമായ പ്രതിഫലങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെയായി വാരിക്കോരി നമ്മൾ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയുള്ള ബറക്കത്തുകൾ. അതിന്റെ പുറമെ ആ പുണ്യമായ കേന്ദ്രത്തിൽ പോയി ഹജ്ജോ ഉംറ ചെയ്താൽ അൽ ഹജ്ജ് വൽ ഉംറത്തു യംഫിയാനി അദ്നൂബ, സർവ്വദോഷങ്ങളെയും അത് നശിപ്പിക്കും. വൽ ഫഖ്റ, ദാരിദ്ര്യങ്ങളെ ഇല്ലാതെയാക്കും. ഏതുപോലെ കമാ യംഫിൽ കീറു ഖബസൽ ഹദീദ് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇരുമ്പിന്റെ ഗാറുകളെ, അതിന്റെ അഴുക്കുകളെ, അതിലുള്ള കീടനാശികളെ മുഴുവനും തീയിൽ വെച്ച് ഉരുക്കിക്കൊണ്ട് നശിപ്പിക്കും പോലെ ആ തീനാളമാകുന്ന ദോഷത്തെ കരിച്ചു കളയാനുള്ള കഴിവും ശക്തിയുമുള്ളതായ ആ സ്ഥലത്ത് എന്നാൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയും. ഫഖ്ർ ഇല്ലാതെയാക്കും, ദാരിദ്ര്യം, അതായത് ഭൗതികമായ ലോകത്തുള്ള ജീവിതത്തിലുള്ള കുടുസായിരിക്കുന്ന ആ അവസ്ഥകളൊക്കെ പോയി പോവും. എല്ലാം സംതൃപ്തി ഉണ്ടാകും. പക്ഷേ മഖ്ബൂലാവണം, അതൊരു നിബന്ധനയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞു, എംഫിയാന് കീറവൽ ഫഖ്റ, ഫഖ്റും ഇല്ലാതെയാവും. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഐശ്വര്യകരമായ ജീവിതം, എന്ത് വന്നാലും അള്ളാഹുവിന്റെ സന്തോഷം, സംതൃപ്തി. നമുക്ക് എത്ര കിട്ടിയാലും ഇപ്പൊ പോരല്ലോ, പരിപാടികളും പ്രശ്നങ്ങളൊക്കെ വികസിച്ച് വരാ. എത്ര വന്നാലും നമുക്ക് ആവശ്യങ്ങൾ പിന്നെയും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ഒരുപാട് കിട്ടുന്ന ആൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ, എന്നിട്ടും ആൾക്ക് മുഴുവനാവുന്നില്ല, പിന്നെയും പ്രശ്നങ്ങൾ ബാക്കിയാവുന്നു, ആവശ്യങ്ങൾ തീരാത്തത് കൊണ്ട്. എന്നാൽ യഥാർത്ഥമായ ഹജ്ജ് മഖബൂൽ മബ്റൂർ എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, എല്ലാറ്റിനും ഒരു പരിധിയായി. എന്ത് കിട്ടിയാലും സംതൃപ്തി, എന്ത് ചെയ്താലും അത് ആ സ്ഥാനത്തോടെ ബാക്കിയായി. പിന്നെ നീ വരുമ്പോൾ അതിനൊരു വഴി വേറെ ഉണ്ടാകുന്നു. വഴികൾ ഇങ്ങനെ തുറന്നു വരുന്നു, ആവശ്യങ്ങൾ വരും തോറും വഴികൾ തുറന്നു വരുന്നു. ഇത് അതിന്റെ പ്രത്യേകതയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ലല്ലദീ ബി ബക്കത്ത മുബാറക, അത് ബറക്കത്താക്കപ്പെട്ടതാണ്. ബറക്കത്ത് എന്ന ഒരു മനുഷ്യ ജീവിത മേഖലകളിൽ മുഴുവനും ഉണ്ടാകുന്നു. മരണവും മരണാനന്തര ജീവിതം ഉണ്ടാകുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗത്തി വഫീമാ ബഅദൽ മൗത്ത്. പടച്ചോനെ, മരണത്തിലും മരണാനന്തരവും ബറക്കത്ത് വേണം. അവ മരണാനന്തരവും ബറക്കത്ത് ഇങ്ങനെ തുടർന്നു പോവുകയാണ്, അവസാനിക്കുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം, ലല്ലദീ ബി ബക്കത്ത മുബാറക, ഒരുപാട് ബർക്കത്തുകൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ ലോകത്ത്, പാരത്രികമായ ലോകത്ത് എല്ലാം കൂടി ബർക്കത്തുകൾ. എത്രയോ പ്രവാചകന്മാരുടെ ഖബറുകൾ തന്നെ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മഹാനായിരിക്കുന്ന സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന്റെ, അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ, ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഒക്കെ ഖബറുകളൊക്കെ മത്താഫിലുണ്ട്. തവാഫ് ചെയ്യുന്ന കഅബത്തിന്റെ ചുറ്റുഭാഗത്തുള്ള ആ ഗ്രൗണ്ടിലുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് തന്നെ വലിയ ഒരു ബർക്കത്താണല്ലോ. എന്തുകൊണ്ട്? ബൈത്തുൽ മഖ്ദസ് ആകുന്ന ഇന്ന് യൂതന്മാരെ പിടിച്ചടക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രധാനമായിരിക്കുന്ന മുസ്ലിം അഭയകേന്ദ്രവും അഭിമാന കേന്ദ്രവുമാകുന്ന ആ ബൈത്തുൽ മഖ്ദസിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത്, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. സുബ്ഹാനല്ലദീ എന്നുകൊണ്ട് അത്ഭുതകരമായ ഒരു തുടക്കം കൊണ്ട് തുടങ്ങിയിട്ട് അള്ളാഹു പറഞ്ഞു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി കൊണ്ടുപോയി അവന്റേതായ അടിമനെ. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹത്വമാണ്. നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന ഒരു പ്രയോഗവുമാണ് അള്ളാഹുവിന്റെ അടിമ. അഫലാകൂന അബദൻ ശക്കൂറ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാനൊരു നന്ദിയുള്ളതായ അടിമ ആവേണ്ടയോ? അള്ളാഹു പറഞ്ഞത് എവിടേക്ക് കൊണ്ടുപോയി? ഇലൽ മസ്ജിദിൽ അഖ്സ, എന്നിട്ട് അല്ലദീ ബാറക്നാ ഹൗല, ആ പരിശുദ്ധമായ ഭവനത്തിന്റെ പരിസരങ്ങൾ മുഴുവനും നമ്മൾ ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ഇതിനെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാനായിരിക്കുന്ന ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള്, അദ്ദേഹം റഈസുൽ മുഫസ്സിരീൻ, വലിയതായിരിക്കുന്ന തഫ്സീറുൽ കബീർ എന്ന് പറയപ്പെടുന്ന വളരെ വിശാലമായ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതിയതായ മഹാനവറുകള് പറയുന്നത്, എന്തുകൊണ്ടാണ് ബർക്കത്ത് ജായി ബി ഖുബൂരിൽ അംബിയാഇ, അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരുടെ അന്ത്യകേന്ദ്രങ്ങളാണ് ആ പള്ളിയുടെ പരിസരങ്ങളിൽ മുഴുവനുമുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആല നാട്ടിന് ബറക്കത്ത് കൊടുത്തിരിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധമായിരിക്കുന്ന വീടിന്റെ ബഹുമാനമുള്ളത് ഖുബൂരിൽ അംബിയാ കൊണ്ടാണ്. അംബിയാക്കളുടേതായിരിക്കുന്ന അന്ത്യകേന്ദ്ര വിശ്രമ കേന്ദ്രങ്ങളാണ് അവിടെയുള്ളത്. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന പ്രവാചകന്മാർ അന്ത്യ ഉറങ്ങുന്ന കേന്ദ്രമായതുകൊണ്ടാണ് ബർക്കത്തായത്. പരിസരത്ത് അതും കൂടിയുണ്ട്. അപ്പൊ എല്ലാം കൂടി ബർക്കത്താക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ ഹറാമിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന കഅബയുടെ പരിസരങ്ങൾ മുഴുവനും.
ഹുദല്ലിൽ ആലമീൻ, തന്നെയുമല്ല ജനങ്ങൾക്കൊരു മാർഗദർശനവുമാണ്. അങ്ങോട്ട് എത്തുക എന്നുള്ളത് ഒരുപാട് നിലക്കുള്ള ഇസ്ലാമികമായിരിക്കുന്ന പഠനാർഹമായ സംഗതികൾ വിശാലമായിരിക്കുന്ന ഒരു സ്കൂളാകുന്ന ഒരു മദ്രസയാണ് ഹജ്ജിന് പോവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അവന് ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ഹജ്ജിന് പോയ ആളുകൾ എത്രയോ നല്ല നല്ല മനുഷ്യന്മാരായി നാട്ടിലൊക്കെ കച്ചറയായി തോന്നിവാസങ്ങളോ കുഴപ്പങ്ങളോ അന്യായങ്ങളും തോന്നിവാസങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ വെറും പച്ച പൂച്ചയെ പോലെ വളരെ ചുളുങ്ങി പതുങ്ങിയതാ ജീവിതം. എല്ലാം മാറ്റിവെച്ചു, എല്ലാ അടവുകളും നിർത്തിവെച്ചു, അവന്റെ പത്തിയെല്ലാം ഒതുക്കി. എന്തേതിനെ പ്രേരിപ്പിച്ചത്? ആരാണ് ഇവനെ പ്രോത്സാഹിപ്പിച്ചത്? അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കേന്ദ്രത്തിന്റെ അരികിൽ ചെന്നോ അമ്പിയാക്കളെ കൊണ്ട് അനുഗ്രഹിതമായ പാദങ്ങള് അവൻ അവളെ ചവിട്ടി അവന്റെ പാദത്തിന് പുണ്യം കരകരമാക്കി. ഇതായിരുന്നു അതിന് കാരണം. സ്വഭാവങ്ങളൊക്കെ നന്നായി. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പോയ നമ്മളെ ഉപ്പാപ്പമാരും ഉമാമ്മമാരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഒരു കറാഹത്ത് എന്ന് പറയപ്പെടുന്ന ചെയ്താൽ പെട്ടെന്ന് കുറ്റം കിട്ടാത്തതായ ദോഷമാണ്, ഒരു കാര്യമാണ്, ഇനി വെച്ചാലും അതിന് പോവുകയില്ല. എന്ത് പറഞ്ഞാലും അതിന് ചീത്ത വാക്കുകൾക്ക് പ്രതികരണമില്ല. എല്ലാം സമ്മതിച്ചു, എല്ലാം ക്ഷമിച്ചു, എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി നിർത്തി. ഇതിന്റെ ഒക്കെ കാരണങ്ങൾ ഉള്ളു രഹസ്യങ്ങൾ ഇതായിരുന്നു. അപ്പോ ഏറ്റവും പുണ്യമായിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം, അങ്ങോട്ടാണ് ഇനി നമുക്ക് പ്രവേശിക്കാനുള്ളത്. വഹുദല്ലിൽ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം എന്ന് ഇനി പറയുന്നു. ആ പരിശുദ്ധമായിരിക്കുന്ന ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ ഹറം അത് കാണുന്നതായ സമയത്ത് അപ്പൊ നമ്മൾ ഇഹ്റാം ചെയ്ത് കൊണ്ടിട്ട് ഹറമിൽ വന്ന് പ്രവേശിച്ചു. ഇനി നമ്മൾ ഏകദേശം അള്ളാഹുവിന്റെ വീടിന്റെ അരികിൽ ഇങ്ങനെ എത്തുമ്പോഴേക്കും അതാ ആ പരിശുദ്ധമായ കഅബത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ആ കവാടത്തിലൂടെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ വീട് അതാ അതിന്റെ ഉള്ളിൽ നിന്ന് വളരെ വ്യക്തമായി ഇങ്ങനെ കാണുകയാണ്. കറുത്തതായ കില്ലയും മൂടി നിൽക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുവാനും അതിനെ ആദരിക്കുവാനും അമലുകളെ ചെയ്യാൻ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എന്തോ ഒരു ആവേശമാണ്. നമ്മൾ എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചു പടച്ചവനോട് ഇങ്ങനെ ദ്വാരന്നിട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തട്ടിമാറ്റിയിട്ട് അള്ളാഹുവിന്റെ വീടിന്റെ സമീപത്തെത്തുമ്പോൾ മുസ്ലിമായ മനുഷ്യന്മാർക്ക് എന്തോ ഒരു ആവേശമാണുള്ളത്. അത് കാണുന്ന സമയത്ത് അവൻ പറയണം എന്തെന്ന്? അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ സമീപത്ത് ഞാൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബത്തൻ വ ബിർറാ. പടച്ചവനെ, നിന്റെ മഹത്തായ വീടിനിക്ക് നീ എല്ലാ ബഹുമതികളും നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ഇതിന് എല്ലാ നിലക്കുള്ള ബഹുമാനവും നീ കുറക്കണം. ആരിതിനെ തകർത്താലും ആരിനെ തരം താഴ്ത്തിയാലും ആരിതിനെ നിസാരമാക്കിയാലും ഇതിന്റെ യാതൊരു നിലക്കുള്ള പോറലും നീ ഏൽപ്പിക്കാതെ കണ്ട് ഇതിന്റെ മഹത്തായിരിക്കുന്ന എല്ലാ നിലക്കുള്ള ബാധ്യതകളും നീ ഏറ്റെടുത്ത് സംരക്ഷിക്കണേ അല്ലാ. തന്നെയുമല്ല വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു വഅതമറഹു. ഈ പരിശുദ്ധമായിരിക്കുന്ന വീടിനോട് ഹജ്ജ് കർമ്മങ്ങളും ഉംറ കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇതിനെ ബഹുമാനിച്ചതായിരിക്കുന്ന ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവേ എല്ലാവിധത്തിലുള്ള ബഹുമാനവും നീ കൊടുക്കണമെന്ന് എല്ലാ ദിവസങ്ങളിലും അതാ ദുആർന്നുകൊണ്ടിരിക്കുന്നു. ആര്? ലോക മുഅ്മിനീങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം അവരൊരു ഉംറയുടെ കർമ്മം പോലും നടക്കാത്ത ദിവസങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹറമിലില്ല എന്നുള്ളത് വളരെ തീർച്ചയാകുന്നു. ആയിരങ്ങളുണ്ട്, എന്നാൽ ഒന്നും ഒഴിഞ്ഞു പോകാത്തതായിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ദ്വാരക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുമ്മ സിദ് മൻ ശറഫഹു വകറമഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു വഅതമറ. ഈ പരിശുദ്ധമായിരിക്കുന്ന വീടിനോട് ആ കൽപ്പിക്കപ്പെട്ട കർമ്മമാകുന്ന ഹജ്ജ് ഉംറ നിർവഹിച്ചുകൊണ്ട് അതിനോട് ബഹുമാനം കാണിക്കുന്ന അതിന്റെ മഹത്വം പൂർണ്ണമായി അംഗീകരിക്കുന്ന എല്ലാവിധത്തിലുള്ള ആണുപെണ്ണുങ്ങൾക്കും നീ ബഹുമാനം നീ ഏറ്റി നൽകണമെന്ന് എല്ലാ മുഅ്മിനീങ്ങളും ഇങ്ങനെ ദ്വാരക്കുമ്പോൾ അതിൽ ആരെങ്കിലും ഉൾപ്പെടാതിരിക്കില്ല. അങ്ങനെ നമ്മളും ചെയ്യുക. തന്നെയുമല്ല അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉ സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ഇതോടുകൂടെ അത് ചേർക്കുക എന്നുള്ളതും സുന്നത്താകുന്നു. അതിന്റെ ശേഷമായി വയദു ബിമുഹിമ്മാത്തി ദീനി വദ്ദുനിയാ, അവന്റെ ദുന്യാവിന്റെയും അവന്റെ ആഖിറത്തിന്റെയും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവന് ദുആറക്കാം. വളരെ വിശാലമായ ദുആക്ക് സമയവും സന്ദർഭവും അനുയോജ്യവും അനുകൂലമല്ല എങ്കിൽ ഒരു സംക്ഷിപ്തമായിരിക്കുന്ന ഒരു അർത്ഥവ്യാപ്തിയുള്ളതായ ഒരു ദുആ, അതായത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാ ഇടങ്ങളിലുള്ള ഒരു ദുആ. കാന അക്സറു ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാക്കദാ. നബി തങ്ങളുടേതായിരിക്കുന്ന അധിക സമയങ്ങളിലുള്ള ദുആ റബ്ബനാത്തിന എന്നുള്ളത്. നമുക്ക് എപ്പോഴും ഇത് പറഞ്ഞപ്പോൾ എന്റെ വെയിറ്റ് കുറഞ്ഞ മാതിരി എപ്പോഴും ഒരു റബ്ബനാത്തിനാണ് മൂപ്പർക്ക്.
വെയിറ്റ് കുറഞ്ഞു എപ്പോഴും പറയുന്ന കാരണേ, എപ്പോഴും റബ്ബന ആതിനാ കട്ടണ പത്തണ എന്ന് പറയുന്ന ഒരു ദുആയാണ്, വേറൊന്നുമില്ല. എന്നാൽ അതിന്റെ അർത്ഥം ചിന്തിച്ച് നോക്കുമ്പോഴോ ഹസനത്ത് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയൊരു വാക്കിന്റെ ഉള്ളിൽ കൊള്ളാത്തത് നന്മയുടെ ഇനങ്ങൾ ഒന്നുമില്ല, എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. ശരീരത്തിന് ആഫിയത്ത് വേണോ, അതതിലുണ്ട്. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാഖ്യാന പ്രകാരം ഹസനത്ത് എന്നതിന്റെ അർത്ഥം ഒരു പുരുഷനാണ് ദുആറക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഒരു സാലിഹത്തായിരിക്കുന്ന ഒരു കൂട്ടുകാരിയായ ഒരു ഹലാലായ ഭാര്യനെ എനിക്ക് നീ കൊണ്ടല്ലാ. ഒരു ഖാസായ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഒരു ഭാര്യയാണോ ഒരു പെണ്ണാണോ ദുആറക്കുന്നത്, ഈ പടച്ചവനെ എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതായ ഒരു പങ്കാളിയായ ഒരു സാലിഹായ പുരുഷനെ എനിക്ക് നീ നൽകുക അല്ലാ. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അദ്ദുനിയാ കുല്ലുഹാ മതാഅ് വ ഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹാ. ഈ ലോകത്ത് ഉള്ള എല്ലാ സാധനങ്ങളും മനുഷ്യന്റെ നന്മക്കും ഉപകാരത്തിന് വേണ്ടി അവന്റെ സുഖാനുഭവങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ വ ഖൈറു മതാഇഹാ, അതിൽ ഏറ്റവും ഗുണകരമായത് ഉപകാരപ്രദമായത് അൽ മർഅതു സാലിഹാ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സാലിഹത്തായ പെണ്ണാണ്. അത് ലഭിച്ചാൽ ആ പെണ്ണിലേക്ക് ഈ നളർത്ത ഇലൈഹ, ആ പെണ്ണിനെ കൊള്ള നീ നോക്കിയാൽ നിനക്ക് ലക്ക സുറൂർ, എന്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അവളുടെ മുഖത്തേക്കാട് നോക്കിയാൽ തന്നെ നിനക്കൊക്കെ ഒരു സമാധാനമാണ്, ആഹ്ലാദത്തിന്റെ സന്തോഷം അല്ല പറയുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നു. അവൾ നിന്നിലേക്ക് നോക്കിയാൽ അവൾക്കും ഉണ്ടാകുന്നു. സാലിഹത്തായ പെണ്ണല്ല എങ്കിൽ പിന്നത്തെ ജീവിതം വളരെ പരിതാപകരമായ ജീവിതമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അതാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം, എന്റെ പെണ്ണ് സാലിഹത്താണോ അല്ലേ എന്ന്. സാലിഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല മൊഞ്ചുള്ള പെണ്ണ് എന്നല്ല അതിന്റെ അർത്ഥം എന്ന് ഈ ആളുകൾ മനസ്സിലാക്കിയല്ലോ. മൊഞ്ച് വേണ്ട എന്നും അതിന്റെ അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. ആ പെണ്ണ് അള്ളാഹുവിന് വഴിപ്പെടുന്ന പെണ്ണാണ്, ഭർത്താവിന് പൂർണ്ണമായി അനുസരിക്കുന്ന പെണ്ണ്. ഫസാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു പറയുന്നത് സാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാല് ഖാനിതാത്ത്, അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നതായ പെണ്ണുങ്ങളാണ്. ഹാഫിളാത്തുൻ, അവൾ കാത്തു സൂക്ഷിക്കുന്നതാണ് ഒരു ഭർത്താവിന്റെ അഭാവത്തില്. ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതായ അവളുടെ പൂർണ്ണമായ ശരീരങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നതാണ്. പൂർണ്ണമായ ശരീരം അവൾ കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവമുള്ള പെണ്ണാണ്. അതാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നതിന്റെ അർത്ഥം. അത് പരിശുദ്ധമായ ഹറമിലേക്ക് അങ്ങ് കടന്നാലും പറയാ, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പറയാ. അപ്പൊ പെണ്ണ് നിലവിലുള്ള ഒരു പെണ്ണാണെങ്കിലോ അവളെ നീ സാലിഹത്താക്കിയിട്ട് അവളെ നിലനിർത്തിക്കൊണ്ടാ എന്നതിന്റെ അർത്ഥം വെക്കണം. പുരുഷനാണ് ദ്വാരക്കുന്നതെങ്കിൽ അതാ പെണ്ണ് ദ്വാരക്കുമ്പോഴോ എനിക്ക് സാലിഹായ ഒരു ഭർത്താവിനെ എനിക്ക് നീ നൽകണേ അല്ലാ. സൽസ്വഭാവിയും സൽക്കർമ്മിയുമാകുന്ന നല്ല തന്റേടവും വിവേകതയുമുള്ള കാര്യബോധമുള്ളതായിരിക്കുന്ന അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന എന്റെ കടപ്പാടുകൾ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു ഭർത്താവുമായി കൂടി ജീവിക്കാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശേഷമായി പറയുന്നു, ഫഇന്നത്തിഖാദി ഫാത്തിമ ബഅദ അഹ്മദി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പോയത് എനിക്ക് വലിയ നഷ്ടമായി. ഇങ്ങനത്തെ ഒരു പെണ്ണ് ലോകത്ത് പിന്നെ പറയില്ലല്ലോ, വലിയ നഷ്ടം തന്നെയല്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ നഷ്ടം വലിയ നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതും കൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ ആ പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് അഥവാ കഅബ കാണുന്ന സമയത്ത് അതാണ് ആദ്യം പറയേണ്ടത്. ഇനി അത് കഴിഞ്ഞ കഅബ പുറത്തുനിന്ന് തന്നെ കാണും. അത് കാണുമ്പോൾ ഇങ്ങനെ ദ്വാർന്നിട്ട് അങ്ങനെ മന്ദമന്ദമായിട്ട് അങ്ങോട്ട് നീങ്ങുക. ആ ബഹുമാനത്തോടുകൂടെ തന്നെ നാം അങ്ങോട്ട് കടന്നു. പരിശുദ്ധമായ പള്ളിയിലേക്ക് കടക്കുമ്പോൾ നാം സാധാരണ ഓതാറുള്ള ദിക്റുകളൊക്കെ എന്ത് ചെയ്യുക, ചെല്ലുക. സാധാരണ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഇടത്ത് കാല മുന്തിക്കാതല്ലേ വലത് കാലോ? വലത് കാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുക. എന്താ പറയേണ്ടത്? അല്ല പള്ളിയിലെ ആയത്തുകൾ എങ്ങനെ എഴുതിയിട്ട് നല്ല റൗണ്ടായ ഒരു കൊബ്ബ, എന്താ പറയാ, എന്ന് പറഞ്ഞു കിടക്കുക. അഊദു ബില്ലാഹി ബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി പറയാ, സ്വലാത്തുകൾ ഓതുക. അതിന്റെ ശേഷമായി എന്ത് ചെയ്യാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ജമീഅ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് ഓതിയിട്ട് എന്ത് ചെയ്യുക, വലതേ കാല് വെച്ചിട്ട് പരിശുദ്ധമായ പള്ളിയിലേക്ക് അങ്ങോട്ട് കടക്കുക.
ആദ്യമായി മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കേണ്ടത് ബാബു സലാമിൽ കൂടെയാണ് കടക്കേണ്ടത്. ബാബു സലാമിലേക്കൂടെ കടക്കണം എന്ന് പറയപ്പെടുന്നത് ഇന്ന് മുഴുവൻ അതൊന്നും പ്രായോഗികമല്ല. ഇന്ന് ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും പരിവർത്തനങ്ങളൊക്കെ അവിടെ വരുത്തിയത് കൊണ്ട് അതൊന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാന്നുള്ളത് മുഴുവനും പ്രായോഗികമല്ല. ബാബു സലാമ് മുമ്പുണ്ടായിരുന്ന സ്ഥലത്തല്ല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറെ വാതിലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, പേരുകളൊക്കെ മാറ്റി, ഏകദേശം 96ഓളം വരുന്ന വാതിലുകൾ അവിടെയുണ്ട് എന്ന് ഞാൻ മുമ്പ് നിങ്ങളോട് പറയുകയുണ്ടായി. ബാബുൽ ഫത്തഹ് എന്ന് പറയപ്പെടുന്ന 45-ാം നമ്പർ വാതില്, അതായത് പ്രത്യേകമായി 4 കവാടമുള്ള ഈ 2 മിനാരമുള്ള 4 വാതിലുകൾപ്പെട്ടതായിരിക്കുന്ന ഒരു വാതിലാണ് ബാബുൽ ഫത്തഹ്. അതിന്റെ നമ്പർ 45. ഇത്രയും ഓർമ്മ ഉണ്ടാവാൻ കാരണം അത് കടന്ന് കയറി വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു കഴിഞ്ഞ വർഷം വരെ, ഏകദേശം ഒരു 5-6 വർഷം വരെ. അപ്പൊ അതിന്റെ നമ്പറൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. ആ വാതിലിലൂടെ അങ്ങോട്ട് കടന്നു ചെന്നാല് പഴയ കാലത്തുള്ളതായിരിക്കുന്ന പള്ളി ഇങ്ങോട്ട് വ്യത്യാസപ്പെടുത്തി വികസിച്ചു, കുറെ വിശാലത കൂട്ടിയപ്പോഴാണ് എന്ത് ഇത് ഈ വാതിൽ ഇങ്ങോട്ട് ബേക്കിലേക്ക് വന്നത്. അപ്പൊ അതിന് ബാബുൽ ഫത്തഹ്. അപ്പൊ അതിലൂടെ കടന്നു ചെന്ന മുമ്പുണ്ടായിരുന്ന അസലിയായ പള്ളിയിൽ ഉണ്ടായിരുന്ന ആ ബാബു സലാം എന്ന് പറഞ്ഞ കവാടത്തിലേക്ക് അങ്ങോട്ടെത്തും. ഇപ്പോൾ ബാബു സലാം എന്നുള്ളത് പിന്നെ സഫായിൽ നിന്നും മറുവായിലേക്ക് നടന്നു പോകുമ്പോൾ സഫാ മറുവന്റെ ഇടയിലുള്ള വലഭാഗത്തുള്ള നമ്പർ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ബാബു സലാം എന്നാണ് ആ ഭാഗത്താണ് ഉള്ളത്. അങ്ങോട്ട് പോയിട്ട് അതിലൂടെ ജനങ്ങളൊക്കെ ഇങ്ങോട്ട് പള്ളിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. പ്രത്യേകിച്ച് ശൈയൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ജനങ്ങളെ മുറിഞ്ഞ് കടക്കാൻ തന്നെ വലിയ പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാകും. മേലെ പ്രത്യേകമായ പാലങ്ങളൊക്കെ ഉണ്ടാകും. ചില സമയത്ത് അത് ഭദ്രമായി അടക്കപ്പെട്ടതാണ്. വളരെ കുറഞ്ഞ ഹജ്ജിന്റെ പ്രധാനമായ സമയങ്ങളിൽ മാത്രമാണ് തിക്കും തിരക്കും നിയന്ത്രിക്കാനെ തുറക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഗേറ്റിലൂടെ അങ്ങോട്ട് കടന്നാൽ നമ്മൾ അങ്ങോട്ട് എത്തും. സാധിക്കുമെങ്കിൽ അത് നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗേറ്റിലൂടെ കടക്കാം. ഉംറക്ക് കയറാൻ ചെയ്തു വരുന്ന ആളുകള് പിന്നെ ബാബുൽ ഉംറയിലൂടെ ഇവിടെ കടക്കേണ്ടത് എന്ന് അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നിരുന്നു എന്നെല്ലാം ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ബാബുൽ ഉംറ എന്ന് പറയപ്പെടുന്ന വാതിലും ബാബു സഹ്മു എന്നായിരുന്നു മുമ്പ് അതിന്റെ പേര്. ഇപ്പോൾ ബാബുൽ ഉംറ എന്നാ അതിന്റെ പേര്. ഇതെല്ലാവർക്കും അറിയാം. പോകാത്ത ആളുകൾക്ക് പറയാം. മക്ക ഹോട്ടൽ അറിയുമെന്ന് ചോദിക്കും ചില ആൾക്കാർ. അജിന് വന്ന് പോകാത്ത ആൾക്കാർ നിങ്ങൾ എവിടെ താമസിക്കും? മക്ക ഹോട്ടലിന്റെ അടുത്താണോ? എവിടെ മക്ക ഹോട്ടൽ ബാബുൽ ഉംറന്റെ അടുത്ത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത്രയും പരിചയമുള്ള സ്ഥലമാണ്. അതിന്റെ മുമ്പിൽ തന്നെ അവിടെ കയറിയാൽ നമുക്ക് മക്ക ഹോട്ടൽ പറയുന്ന ഹോട്ടലെല്ലാം കിട്ടും. അപ്പോ അതിലൂടെയാണ് കടക്കേണ്ടത് എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏത് വാതിലിൽ കടന്നാലും കാര്യങ്ങൾ നടക്കും. ഏത് വാതിലിലൂടെ പള്ളിയിലേക്ക് കടക്കുമ്പോഴും മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമ്പോൾ മറ്റു പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഓതാകുന്ന ദിക്റുകൾ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവരെ നിന്റെ മഹത്തായിരിക്കുന്ന എല്ലാ നിലക്കുള്ള മഹത്വങ്ങളും അംഗീകരിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ അഭയം തേടുകയാണ്, മിനശ്ശൈത്വാനിർ റജീം, എല്ലാ നിലക്കും ശപിക്കപ്പെട്ടതായ പിശാചിന്റെ പൂർണ്ണമായ ശുറൂറുകളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങൾ പള്ളിയിലേക്ക് കടന്നാലുവാൻ പിന്നാലെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തും, ഞങ്ങളുടെ അമലുകളൊക്കെ ബാത്തിലാക്കും. അതുകൊണ്ട് ആദ്യമായി ഞങ്ങൾ അഡ്വാൻസായി നിന്നോട് ഞങ്ങൾ അഭയം തേടുകയാണ് തമ്പുരാനെ. എന്നിട്ട് സ്വലാത്തുകളും സലാമുകളൊക്കെ ഓതിയതിന്റെ ശേഷമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ ഗ്ഫിർലി ജമീഅ ദുനൂബി, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണം. വഫ്തഹ്ലി അബ്വാബ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ കവാടം ഞങ്ങളിലേക്ക് നീ തുറക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർലി ജമീഅ ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക, റഹ്മത്തിന്റെ എല്ലാ കവാടങ്ങളും അതിന്റെ എല്ലാ ഔദാര്യത്തിന്റെ കവാടങ്ങളും മുഴുവനും ഞങ്ങൾക്ക് നീ വിശാലമായി തുറന്നു വെച്ച് തരണമെന്ന്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വീടാണ് പള്ളി. പള്ളിയിൽ വേറെ ഭൗതികമായ ബിസിനസ്സുകളൊന്നും ഇല്ല, നമുക്കറിയാം. എന്ന് മാത്രമല്ല, പള്ളിയിൽ വെച്ചുകൊണ്ട് ഭൗതികമായ കലാമ് മൻ തകല്ലമ ബി കലാമി ദുനിയാ ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുകൊണ്ട് ദുനിയാവിന്റെ കലാമ് സംസാരിച്ചാൽ അഹബത്തുല്ലാഹു അമലഹു 40 യൗമാ, ഒരു റിവായത്ത് പ്രകാരം 40 കൊല്ലമാണ്. 40 ദിവസം ചെയ്തതായ സൽക്കർമ്മത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ പോയേക്കാം, വളരെ ഗൗരവമാണ്. പള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് ദുന്യാവിന്റെ കലാമുകള്, അടക്കന്റെ മാർക്കറ്റുകളും അതുപോലെ തേങ്ങന്റെ മാർക്കറ്റുകളും പാടത്തുള്ള കൃഷിയുടെ സമയങ്ങളോ അതുപോലെ നാട്ടു പഞ്ചായത്തുകളും കാര്യങ്ങളൊക്കെ പള്ളിയിൽ വന്നുകൊണ്ടായിരിക്കും സംസാരിച്ചാൽ എന്താ അതിന് കൊണ്ട് കിട്ടാകുന്ന കൂലി? അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയത് മസ്ജിദുൽ ഹറാമിലായ പിന്നെ പറയാനുണ്ടോ? ശ്രദ്ധിക്കണം, ഇതൊക്കെ നമുക്ക് സംഭവിക്കും. അതാണ് ഞാൻ കൂട്ടുകൂടി മുമ്പ് പറഞ്ഞില്ലേ, ഞാനും അവന്റെ കൂടെയാണ്, ഇവനും അവന്റെ കൂടെ ഇങ്ങനെ കൊളത്തിയിട്ട് നൂലാമാല കൊളത്തിപ്പോയിട്ട് ഒരേ സെഫിലായിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ജമാഅത്തിന് കുറെ സമയം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഓരോ നാട്ടുകാര്യങ്ങളാ സംസാരിക്കുക. അതേ സമയത്ത് നമ്മൾ കൂട്ടം കൂടി പോയിട്ട് ഇടയിലൊക്കെ മറ്റുള്ള ആളുകൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ട് അപ്പുറം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലോ കൂടുതൽ സംസാരം ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷക്കാരല്ലാത്ത ആളുകളുടെ ഇടയിലാണ് പോയിരുന്നാലോ എന്നാൽ കുറേയും കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ്.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കലാമില്ലാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. സാധാരണ മുമ്പൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ വയസ്സായിരിക്കുന്ന ആളുകളൊക്കെ നേരത്തെ ജുമാക്ക് വരും. ഇപ്പോഴും വയസ്സായ ആളുകൾ പൊതുവെ കുറവാണ്, മുമ്പത്തെ അത്ര ഇല്ല ചില സ്ഥലങ്ങളിലൊന്നും. അവർ വന്നാൽ വളരെ സമയത്ത്, അതായത് രാവിലെ നേരത്തെ ഒന്നാം സമയത്ത് വരുന്ന ആൾക്ക് എന്തിന്റെ കൂലി ഉണ്ടാവും പറഞ്ഞു? ഒരു ഒട്ടകത്തിനകത്ത് ധർമ്മം ചെയ്തതായ പ്രതിഫലമുണ്ടാകും. സഹിയായ ഹദീസാണ്, അതിന്റെ പ്രതിഫലമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നേരം പുലർന്നാൽ അല്ലാഹു തആലാന്റെ മലായിക്കത്തുകള് ജുമാഅത്ത് പള്ളിയുടെ കവാടങ്ങളിലൊക്കെ കാവലായിട്ട് അവരൊക്കെ യോജിച്ചതായ കിതാബുകളുമായി അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. നേരത്തെ ചെല്ലുന്നതായ ആളുകളെ ഒരു ഒട്ടകത്തിനകത്ത് ധർമ്മം ചെയ്തതായിരിക്കുന്ന ആ ലേശിൽ എഴുതി, അതായത് 1 മണിക്കൂറിന്റെ ഉള്ളിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. രണ്ടാമത് എന്ത് ചെയ്തു, ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു കാളനേർത്ത് ധർമ്മം ചെയ്തതായിരിക്കുന്ന കൂലി, പിന്നെ 3-ാമത്തെ സാഹത്തിൽ വരുമ്പോൾ ഒരു ആടിനേർത്തതായ കൂലിയാണ്, 4-ാമത്തെ സമയത്തിൽ കോഴിനേർത്തതായ കൂലിയാണ്. ഇങ്ങനെ എല്ലാം എഴുതി 4 സമയം കഴിഞ്ഞാൽ പിന്നെ വരുന്നതായിരിക്കുന്ന ആളുകളെ കുറിച്ചോ 4 കഴിഞ്ഞാൽ പിന്നെ മലക്കുകളുടെ സമയം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞു കാർഡ് ബില്ല് ചെയ്തു എല്ലാം പോയി. പിന്നെ വന്നോ പോയോ ആരറിഞ്ഞു? ആരും അറിഞ്ഞില്ല. തവൗ സുഹ്ഫഹും, അവർ ഏടുകളൊക്കെ പൂട്ടി. എന്നിട്ടോ അവർ വരുന്നു, യജീഊന ഇലൽ ഖതീബ് വയസ്മഊന ദിക്റ ഔ കമാ ഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഈ 4 സമയം കഴിഞ്ഞാൽ പിന്നെ വന്നു, അവർ സഫുകളിൽ ഇരുന്നു, എന്നിട്ട് ദിക്ർ കേൾക്കുകയാണ്. ദിക്ർ എന്ന് പറഞ്ഞത് എന്താ ദിക്ർ? ഖുത്ബ, പ്രസവല്ലട്ടാ. പ്രസവത്തിനാണ് ഒരു നിബന്ധന ഇല്ല എന്ന് പറയുന്നത്. പ്രസംഗത്തിന് ഖുത്ബ, ജുമാ ഖുത്ബക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. അത് വേറെ ഒരു ക്ലാസ് എന്റെ പിന്നിൽ വരികയില്ല, അതൊന്നും മനസ്സിലാക്കാൻ ഞാൻ പറയാണ്. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ അലവലാദികൾ പറയണില്ലേ, ഖുത്ബ പറഞ്ഞ ആൾക്കാർക്ക് തിരിയണം, ആളെ കളിയാക്കാനാ ഖുത്ബ. എത്ര ആളുകൾ ജുമാക്ക് എന്നിട്ട് വെറുതെ ഇങ്ങനെ വെളിച്ചടിച്ച് പെരിച്ചായിട്ട് അവർ മൂത്ത് നോക്കിയിരിക്കുക, അർത്ഥം തിരിയാതെ ചീപ്പാക്കാണെ. ഖുത്ബയുടെ പേര് ദിക്ർ എന്നാണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ തന്നെ ഇതാ ഖുരിയാൽ ഖുർആൻ ഫസ്തമിഊ ലഹ്, ഈ ഖുർആനിന്റെ മാന വ്യാഖ്യാനം പറയാൻ അർഹതയും യോഗ്യതയുള്ള നിബന്ധനത്ത ആളുകൾ പറഞ്ഞത് എന്താ? ഹുവൽ ഖുത്ബ, അത് ഖുത്ബയാണെന്നാ. വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുർആൻ വായിക്കപ്പെട്ടാൽ, ഓതപ്പെട്ടാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളീൻ. അപ്പൊ ഖുർആൻ ഉൾപ്പെട്ടതായിരിക്കുന്ന ഉപദേശങ്ങൾ എന്നാ അതിന്റെ അർത്ഥം. അതിന് നിബന്ധന എന്താ? അത് ളുഹ്ർ കഴിഞ്ഞ ളുഹ്റിന്റെ സമയം അതിന്റെ ശേഷമേ നടക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ ഖുത്ബ എന്ന് പറയുള്ളൂ. അതിന് മുമ്പ് ഒരു ഖുത്ബാവൂല. സാധാരണ പ്രസംഗം ളുഹ്റിന് മുമ്പ് നടന്ന പ്രസംഗം ആവില്ലേ? ആൾക്ക് തിരിയില്ലേ? പിന്നെന്താ? അതിന് പുറമെ ഓതുന്നവൻ ആണാവണം, പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പുരുഷനാവണം. ഒരു പെണ്ണ് പ്രസംഗിക്കാൻ നമുക്ക് തിരിയില്ലേ? നാളെ തിരിഞ്ഞത് മുഴുവനും പെണ്ണ് പ്രസംഗിക്കുന്നത് ആദ്യം തിരിയാ. പെണ്ണല്ലേ നിങ്ങൾക്ക് എല്ലാം ശ്രദ്ധിക്കും. അപ്പൊ ആണാവണം, അതിന് പ്രത്യേകമായ സമയം ഉണ്ടാവണം, ശരീരം പൂർണ്ണമായി ശുദ്ധി ഉണ്ടാവണം, വലുതും ചെറുതുമായ അശുദ്ധി, നജസ്, ഇതുപോലെ പൂർണ്ണമായ ശുദ്ധി ഉണ്ടാവണം. ഒരു ശുദ്ധി ഇല്ലാതെ നിലക്ക് ബുദ്ധിയില്ല, ശുദ്ധിയില്ല, ഒരാളെ പ്രസംഗിച്ചാൽ നമുക്ക് തിരിയില്ലേ? അപ്പൊ ശുദ്ധി വേണം, പുരുഷനാവണം, സമയം ഉണ്ടാവണം, അവറത്ത് മറക്കണം, പൂർണ്ണമായി അവറത്ത് മറച്ചിരിക്കണം. അപ്പോഴേ പ്രസംഗം നമ്മൾ പറയുന്ന ഈ ഖുത്ബ ദിക്റാവുകയുള്ളൂ. അപ്പൊ അവറത്ത് മറക്കാതെ കണ്ട് ഒരാളൊന്ന് പ്രസംഗിച്ചാൽ നമുക്ക് തിരിയില്ലേ? തിരിയും. 40 ആളുകൾ കേൾക്കുന്ന രൂപത്തിലാവുകയും വേണം. പോരാ, അതിന്റെ ഭാഷ അറബിയും കൂടി ആവണം. അപ്പോഴാണ് ദിക്റാവുന്നത്. ഈ അലവലാദികൾ പറഞ്ഞത് ദിക്റല്ല, അത് സാധാരണ ഉള്ളൊരു പ്രസംഗമാണ്. അപ്പൊ സാധാരണ വാക്കുകൾ ഇതുമായി യാതൊരു മാറ്റവുമില്ല, അതിന് വെയിറ്റുമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയത്. ബഹുമാനപ്പെട്ടതായ സ്വഹാബത്തിനെ അറബി നാടല്ലാത്ത നാടുകളിലേക്കൊക്കെ ഗവർണർമാരായിക്കൊണ്ട് ഖലീഫമാരായി അയച്ചപ്പോൾ, അവിടെ എത്തിയപ്പോൾ ആ നാട്ടിൽ ഭാഷക്കാർ പലരും, ഫാരിസി ഭാഷക്കാർ, അബ്രാനി ഭാഷക്കാർ, ഇങ്ങനെ പലജാതി ഭാഷക്കാരും ഉണ്ടായിരുന്നു. അവരുടെ ഭാഷയെ ആ വിഷയത്തിൽ പരിഗണിക്കാതെ കണ്ട് അവരൊക്കെ അറബിയിലാണ് ഖുത്ബ ഓതിയപ്പോൾ ഇതൊരു ദിക്റാവണമെങ്കിൽ അറബിയാവണം എന്ന് വന്നു. ദിക്റാവണയിൽ അറബിയാവണം, കുറച്ച് സമയമേ വേണ്ടുള്ളൂ. അത് ആള് തിരിയോല്ലി എന്നുള്ളത് മൊത്തം ഫിൽ ജുംല ഒരു മുഅല്ലമായ ഇബാദത്താണ് എന്ന് മാത്രം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ കൂടി ആവുമ്പോഴേ സാധനല്ലേ. അതല്ലെങ്കിൽ പിന്നെ സാധാരണ വാക്കുകളൊന്നും കൂടി യാതൊരു വ്യത്യാസമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ പ്രവർത്തിച്ചിട്ടാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളി. അപ്പൊ ഞാൻ ഈ രൂപത്തിലൊക്കെ ജുമാക്ക് സാധാരണ ളുഹർ ആയതിന്റെ ശേഷം പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ അവറത്ത് മറച്ചിട്ട് അതിൻ്റെത് ആ രൂപത്തിൽ ഖുത്ബ ഓതിയിട്ടാണോ നിസ്കരിച്ചത് എന്നാൽ അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോളി. അപ്പൊ അങ്ങനല്ല നിസ്കരിക്കുന്നതെങ്കിലോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരവുമല്ല. ഇതാണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം. എന്തിനാ നമ്മളിപ്പോ ഇത് പറഞ്ഞു വന്നത്? എന്താ വിഷയം? നമ്മുടെ വിഷയം എന്താ? ഇതാണല്ലോ
പള്ളിയിൽ കിടക്കുന്നതായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് റഹ്മത്ത് നാം ചോദിക്കുകയാണ്. പള്ളിയിൽ കിടക്കുമ്പോൾ അള്ളാഹുവിനോട് ഒരുപാട് നിലക്കുള്ളതായിരിക്കുന്ന റഹ്മത്തുകൾ നമുക്ക് ആവശ്യമുണ്ട്. ആ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അത് ഈ പറയാവുന്നതായിരിക്കുന്ന രൂപത്തിലും അതിന്റെ ഭാഷയിലും അതിന്റെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ബഹുമാനത്തോടുകൂടെ അങ്ങോട്ട് കടക്കുക. അങ്ങോട്ട് കടന്നാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ എന്തായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശ്രദ്ധ പിന്നെ മുഴുവനും ആവേണ്ടത് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ആ കടത്തത്തിൽ തിക്കുലും തിരക്കിലൊക്കെ പെട്ട് ആരെങ്കിലും ചവിട്ടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ശരീരത്തിൽ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവണമൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ സ്ഥലത്തെത്തിയാൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന വീട്ടിൽ വെച്ച് ആരെങ്കിലും ദുന്യാവിന്റെ കലാമകൾ സംസാരിച്ചാൽ എന്തായി, 40 ദിവസത്തെയോ അല്ലെങ്കിൽ 40 കൊല്ലത്തെയോ ആരാധന കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ 4 സമയങ്ങളിൽ കഴിഞ്ഞാൽ പിന്നെ ഇവർ വന്നോ ഇവർ പോയോ ഒന്നും അറിയയില്ല. മലായിക്കത്തുകൾ വന്നിട്ട് ദിക്റാകുന്ന കുത്തുബ ശ്രദ്ധിക്കാൻ അവിടെ ഇരുന്നു. അവർ കുത്തുബ ശ്രദ്ധിക്കാൻ വരുന്നു. പിന്നെ അപ്പൊ നേരത്തെ ജുമാക്ക് വരുന്ന പാപ്പമാർക്കൊക്കെ അവരെ കാര്യമായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയിലല്ലേ കാണുള്ളൂ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവരുത്. ചില ആളുകൾ പള്ളിയെ കാരണന്മാരെ പ്രസിഡന്റന്മാര്, ഇപ്പൊ കാരണന്മാരില്ലല്ലോ, കാരണവർ തന്നെയാണ്, പക്ഷെ പേര് മാറി. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാജി, പിന്നെ ട്രഷറർ, ഖജാജികള്, പിന്നെ കുറെ മെമ്പർഷിപ്പ്, അവരെ കൂടി ആ പള്ളിയിൽ ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും. ചിലപ്പോൾ മൊയ്ജനൊക്കെ അടിക്കാൻ വരും പള്ളിയിൽ ഉള്ളിട്ടിട്ട് അനാവശ്യങ്ങളൊക്കെ പറയും. തെണ്ടി, ചണ്ടി, പണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചീത്താറെ പള്ളിയിൽ ഉള്ളിന്ന്. ആരാ? പ്രസിഡന്റ് അല്ല. പിന്നെ ഒന്നും പറയാൻ വൃത്തിയില്ലല്ലോ. പ്രസിഡന്റ് എന്നൊരു ബഹുമാനം അവിടെ ഉണ്ടായപ്പോ പിന്നെ പള്ളി എന്നുള്ളതിനല്ലല്ലോ അവിടെ ബഹുമാനമുള്ളത്. വളരെ ശ്രദ്ധിച്ചോളി. വല്ല പ്രസിഡന്റുമാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ രാജകൊട്ടാരമാകുന്ന പള്ളിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ കളിച്ചാല് ആ കളി അള്ളാഹുത്തല പഠിപ്പിച്ചേക്കും. വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ നാട്ടിലൊക്കെ വലിയ കമ്മിറ്റിക്കാരോ വലിയ ആൾക്കാരൊക്കെ ഞങ്ങളെക്കാണ് വലിയ ആൾക്കാരൊന്നുമില്ല, മൂല്യരും തങ്ങളും ഹോജി നാടൊക്കെ എന്റെ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കണ്ട. എല്ലാവരും വളരെ വിനയത്തോടുകൂടി അള്ളാഹുത്തല ആദരിച്ച സാധനങ്ങളെയും വസ്തുക്കളെയും സമയങ്ങളെയൊക്കെ ഒരു ആദരിക്കുക എന്നുള്ളത് കൽബില് ഭയമുള്ള അള്ളാഹുവിനെ പേടിയുള്ള തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും വ്യക്തികളെയൊക്കെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അള്ളാഹിന്റെ പരിശുദ്ധമായ അറമിൽ കടന്നാല് അവിടെ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത്. അതിനാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും കൂട്ടം കെട്ടി നൂലാമാലകളായി എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോടത്ത് തന്നെ ഇരുന്നപ്പോൾ മറ്റവനവിടെ തട്ടം വിരിച്ചു, മറ്റവനൊരു പടം വിരിച്ചു, മറ്റവനൊരു മുണ്ട് വിരിച്ചു, എല്ലാം വരിയായി ഇരുന്നു. എന്നിട്ട് വലിയ ആൾക്കാരായിട്ടൊരു ദശബിയും കൈ പിടിച്ചു. ആദ്യക്കാരപ്പോൾ ഈ ദശബി അജിന് പോകുമ്പോൾ അത് കുറച്ചിങ്ങനെ മറിഞ്ഞോ പിന്നെ എന്താ ചെല്ലേണ്ടതെന്ന് തന്നെ അറിയില്ല. അപ്പൊ പിന്നെ മറ്റവനോട് വർത്തമാനം ചോദിച്ചു. അപ്പൊ അവൻ അവരോടൊന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിന്റെ ബഹുമാനങ്ങളും നാട്ടുവർത്തമാനങ്ങളും അപ്പോഴേക്ക് കഴിഞ്ഞ കാലം. നമ്മളിപ്പോ എത്ര ദിവസം പോന്നിട്ട് നമ്മളിപ്പോ ഏകദേശമായി പടച്ചൻ ഇനി എത്ര ദിവസം കഴിയണം. എന്തായാലും നമ്മുടെ ജോലിയുടെ കാര്യമൊക്കെ വലിയ വിചാരല്ലേ. ഓ നല്ല കാക്കട്ടെ, നല്ല തുറന്നോളിട്ടാ. ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നെ. അപ്പൊ സംസാരിക്കാതെ മിണ്ടാൻ വയ്യാത്ത ആൾക്കും ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ വരുന്നെ, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അതിനാണ് ആദ്യമായി നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം. അല്ലാഹുവേ, ഈ അക്രമിയായിരിക്കുന്ന ഈ തോന്നിവാസിയായിരിക്കുന്ന ശൈത്താന്റെ ചെറുകൾ ഞങ്ങൾക്ക് അള്ളാഹിന്റെ പള്ളിയിലേക്ക് ചെന്ന് അടുപ്പിക്കല്ല അല്ലാ. വളരെ മനസ്സറിഞ്ഞുകൊണ്ടത് ദ്വാരക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടം കെട്ടി പോകുന്നതായിരിക്കുന്ന ആളുകൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് വിട്ടുവിട്ടിരിക്കാനും വേണ്ടി ശ്രമിക്കണം. ഞാൻ ഈ പറയുന്നത് സാധാരണ ഒരു പള്ളി ആയതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു നാടൻ കലാമുകൾ പറയുന്നതിന് പകരമായി അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഒരു ലക്ഷമായ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ. അത് ഉണ്ടാവാൻ വേണ്ടി പറയുകയാണ്. ഖുർആൻ ഓതുക, ഇഖ്ലാസ് സൂറത്തുകൾ കഴിയുന്നത് പെരുപ്പിക്കുക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ആ പരിശുദ്ധമായ എല്ലാ വിഷമഘട്ടത്തിലും രക്ഷപ്പെടുത്തിയതായ അത്ഭുത സംഭവമുള്ളതായിരിക്കുന്ന ദിക്റുകൾ എങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ദിക്ർ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. ഹബീബാ നബി തങ്ങളുടെ വലിയ സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അധിക സ്വലാത്തിന്റെ വാചകം നീട്ടി ഓതുന്ന സ്വലാത്ത് അറിയുകയില്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞതെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എത്ര ലക്ഷവുമായി തിരിച്ചു പോരാൻ കഴിയും. അങ്ങനത്തെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കടന്നാൽ ഇതൊക്കെ ഈ പ്രാഥമികമായ സുന്നത്തായ മര്യാദകൾ കഴിഞ്ഞാൽ പിന്നെന്താണ് അവൻ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ അല്ലാ യസ്തഗില ബി സലാത്തി തഹിയത്തിൽ മസ്ജിദി
വലാ ഗൈരിഹാ ബൽ യഖ്സിദുൽ ഹജറുൽ അസ്വദ വയബ്ദഉ ബിതവാഫിൽ ഖുദൂമി. പിന്നെ അവൻ ചെയ്യേണ്ടതായിരിക്കുന്ന മര്യാദ ആ കർമ്മം അല്ലാ യസ്തഗില, അവൻ ജോലിയാവരുത്. ബി സലാത്തി തഹിയ്യത്തിൻ, തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കടന്നാൽ നിസ്കരിക്കേണ്ടത് ആ ഒരു നിസ്കാരമാണ് സലാത്തു തഹിയ്യത്ത്, തഹിയ്യത്തുൽ മസ്ജിദ്. മസ്ജിദിൽ കടന്നാൽ ആ പള്ളിക്ക് അല്ലാഹു തആലാന്റെ പള്ളിയിൽ വന്ന ആ പള്ളിയോടുള്ള ബഹുമാനം കൊണ്ട് 2 റക്അത്ത് നിസ്കാരം അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറഞ്ഞാൽ ആ ഒരു തഹിയ്യത്ത് നിസ്കരിച്ചതായ ഒരു പ്രതിഫലം അവനക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതെങ്കിലും ഒന്ന് ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. അപ്പോ ആ ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ കടന്ന തഹിയ്യത്ത് നിസ്കാരം അല്ല അവളെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ബൽ യഖ്സിദു, എങ്കിലും ലക്ഷ്യമാക്കണം അൽ ഹജറുൽ അസ്വദ, ഹജറുൽ അസ്വദ് എന്ന് പറയപ്പെടുന്ന ആ കല്ല് ഏത് ഭാഗത്തിരിക്കുന്നു അങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ട്? തവാഫിൽ ഖുദൂമി, ആദ്യമായി പള്ളിയിലെത്തിയാല് പള്ളിയിലുള്ളതായ തഹിയ്യത്ത് നിസ്കാരത്തിന് പകരമായി നാം ചെയ്യാനുള്ളത് ഖുദൂമിന്റെ തവാഫ്, അതായത് പ്രാരംഭഘട്ടത്തിൽ ആദ്യമായി ചെന്നപാട് ചെയ്യുന്നതായ തവാഫിനാണ് ഖുദൂമിന്റെ തവാഫ് എന്ന് പറയുന്നത്. ഖുദൂം എന്ന് പറഞ്ഞാൽ അവിടെ മുന്നിടുക, അവിടെ എത്തുക. ആ തവാഫ് ചെയ്യാൻ വേണ്ടി ഹജറുൽ അസ്വദിനെ കരുതണം. ഹജറുൽ അസ്വദിന് എവിടെ ഇരിക്കുന്നത്? ആർക്കാ ഹജറുൽ അസ്വദ് കാണാൻ കഴിഞ്ഞത്? അത് കാണാനും അത് മനസ്സിലാക്കാനും പെട്ടെന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. അവിടെ എത്തിയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വീട് നമ്മൾ കണ്ടു, അതിനോട് ചെയ്യേണ്ടതായ മര്യാദകളൊക്കെ പറഞ്ഞു. നമ്മൾ അള്ളാഹിനോട് ദ്വാരുന്നു, അതാ ദ്വാരുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അതിനോട് ആവർത്തിച്ച് ഒരുപാട് ദ്വാരകളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ദ്വാരുന്നാലും ഉത്തരം കിട്ടുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ അടുത്തടുത്ത് പരിശുദ്ധമായ പള്ളിന്റെ സമീപത്തേക്ക് ആ ഹറമിന്റെ ആ മത്താഫ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കിടക്കുന്ന മേൽഭാഗത്ത് തട്ടില്ല, ഇതുപോലെ തട്ടൊന്നുമില്ലാതെ അങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്ന മൈതാനം പോലെ റൗണ്ട് അടിച്ച് കിടക്കുന്നതായ, അതായത് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന അങ്ങനെ വളഞ്ഞു തിരിഞ്ഞതായ സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാം? കഅബത്തിന്റെ വാതിൽ കാണാം, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ വാതിൽ കാണാം. കഅബത്തിന് ഇപ്പോൾ ഒരു വാതിൽ മാത്രമാണുള്ളത്, വളരെ ഉയർന്നു നിൽക്കുന്നതായ പടിയാണ്. അത് പെട്ടെന്ന് ആളുകൾ അങ്ങോട്ട് കടക്കാനും ഇങ്ങോട്ട് കടക്കാനും വേണ്ടിയല്ല, അത് കഴിയുകയുമില്ല. അതിന്റെ ഉമ്മരപ്പടി എന്ന് പറയുന്ന പടി കുറെ, കട്ടിലപ്പടി കുറെ ഉയർന്നു നിന്ന് ആ ഒരു വാതിലാണ് കാണുന്നത്. എന്താണ് ഇതൊക്കെ? അതിനെ പിടിച്ച് ചെവിത് പിടിച്ച് തിരുമ്പിയിട്ട് വേദനാക്കാഞ്ഞാൽ വീണ്ടും അത് കരയും. പിന്നെ ആ പരിശുദ്ധമായിരിക്കുന്ന കവാടത്തിന്റെ അരികെ അങ്ങോട്ട് ചെന്നിട്ട് ഏകദേശം അടുക്കണമെന്നില്ല, ആ ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നേരെ കഅബത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു. ഇപ്പൊ ഞാൻ ഇത് ഇരിക്കുന്ന എന്റെ മുമ്പിൽ കഅബമാണ്, ആ കഅബത്തിന്റെ വാതിലിലേക്കാണോ ഞാൻ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ നിന്നാൽ, കഅബത്തിന് 4 മൂലയാണുള്ളത്. റുക്കുനുൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന മൂല, റുക്കുനുൽ ഷാമി, റുക്കുനുൽ ഇറാഖി, റുക്കുനുൽ യമാൻ എന്ന് പറയുന്ന 4 മൂലകളാണുള്ളത്. ആ കഅബത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതായ വ്യക്തി അതിന്റെ വാതിലിലേക്ക് തിരിഞ്ഞു നിന്നാൽ അവൻ ആ നിൽക്കുന്ന ആളുടെ ഇടഭാഗത്തുള്ളതായ ഒരു മൂല, കഅബത്തിന്റെ ഒരു മൂല, എല്ലാറ്റിനും ഒരു മൂല ഉണ്ടാകുമല്ലോ, 4 മൂലയുള്ളതായ ഒരു വീടാണ്. ആ ഇടഭാഗത്തുള്ളതായിരിക്കുന്ന മൂല, ആ മൂലയിലാണ് പരിശുദ്ധമായ ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അത് കണ്ടുപിടിക്കാൻ പണിയില്ല. ഇനി കീഴ്പോട്ട് നോക്കുകയാണെങ്കിലോ പ്രത്യേകമായിരിക്കുന്ന ഒരു കളറുള്ള ഒരു ഇഷ്ടിക കൊണ്ട് അങ്ങനെ പതിച്ചുകൊണ്ട് ഈ മൈതാനമായി റൗണ്ടായി കിടക്കുന്ന കുറെ ഒഴിഞ്ഞ സ്ഥലത്തിന്റെ കുറേയും കൂടി അങ്ങോട്ട് നീങ്ങിയാൽ കാണാ ചുറ്റുഭാഗത്തുള്ള പള്ളി. അപ്പൊ ആ പള്ളിന്റെ നീളത്തിലേക്ക് എന്ത് ചെയ്യുന്നതാണ് ഇങ്ങനെ വലിയ ഇഷ്ടിക കളറുള്ള, ഏകദേശം ഒരു കാപ്പിയുടെ കളറുള്ളതായിരിക്കുന്ന ഇഷ്ടിക ഈ ഹജറുൽ അസ്വദ് ആകുന്ന ആ മൂലയിൽ ഇങ്ങനെ വെച്ച് നീളത്തിൽ ഇങ്ങനെ പോയി കാണാം. അതുപോലെയുള്ള വരകൾ വേറെ ഇല്ല, അതിന്റെ ഒരു അടയാളമാണത്. അപ്പോ അതാണ് ഹജറുൽ അസ്വദിന്റെ മൂല. അപ്പൊ നമ്മൾ ആദ്യമായി ഇറങ്ങിയാൽ അങ്ങോട്ട് എത്തുക. അതേ സമയത്ത് ചെന്നപാട് അവിടെ ജമാഅത്ത് നടക്കുകയാണെങ്കിലോ നമ്മൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെയാണ് മുഅക്കത്തായ വല്ല നിസ്കാരങ്ങളും ആ തവാഫിന് പോകുന്നതിന്റെ മുമ്പ് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അത് നിർവഹിക്കുക. ഉദാഹരണം, നമ്മൾ രാത്രി അവിടെ ചെന്ന് നോക്കി, നാം വിത്ർ നിസ്കരിക്കുന്ന പതിവുണ്ട്, വിത്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നഷ്ടപ്പെടുമെന്ന് കണ്ടാല് തവാഫ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സുബഹി വാങ്ങി കൊടുക്കുമെന്ന് കണ്ടാൽ ആ വിത്ർ നിസ്കരിച്ചിട്ട് പോയാൽ മതി. അതുപോലെ മറ്റുള്ളതായ മുഅക്കത്തായിരിക്കുന്ന വല്ല സുന്നത്തുകൾ അതിന്റെ ഉള്ളിലായി നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അത് ചെയ്തതിന് ശേഷമായിട്ട് അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ ഫറലായിരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ സമയം പോയി പോവും, അല്ലെങ്കിൽ പ്രബലമായിരിക്കുന്ന ആ മുഅക്കത്തായ സുന്നത്താവുന്ന ജമാഅത്ത് പോകും എന്ന് കണ്ടാൽ അത് കഴിഞ്ഞതിന്റെ ശേഷമായി അങ്ങോട്ട് പോയി അങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കാണാം. അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എല്ലാവരും സംഘടിച്ചു പോകുമ്പോ അവിടെ എത്തിപ്പോ ഒരാളെന്ത് ചെയ്ത് കുന്തരക്കൊക്കെ കൂട്ടത്തിലൊക്കെ പെട്ട് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു, അങ്ങനെ കൂട്ടം തിരിഞ്ഞു പോയാ എവിടെയപ്പാ ജല്ലവസത് പഠിച്ചവനെ ഇത്ര കഷ്ടപ്പെട്ടു പോന്ന്, ഒരു അമീറും മോമൂറും നേതാവൊക്കെ ഉണ്ടാവുന്ന മനസ്സിലാക്കി പോന്ന് ഈ രൂപത്തിലായല്ലോ എന്ന് ഒന്നും ബേജാറാവാനോ അല്ലെങ്കിൽ മറ്റൊരാൾ നേരക്ക് തിരിഞ്ഞെടുക്കാനോ തട്ടിക്കയറാനോ ആവശ്യം അവിടെ വരുന്നില്ല. കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും മനസ്സിലാക്കിയാൽ. അങ്ങനെ ആ മൂലയിലേക്ക് അങ്ങോട്ട് പോയിട്ട് നേരെ കഅബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണമെങ്കിൽ നിൽക്കാം, അത് സുന്നത്താണ്. കഅബയിലേക്ക് അങ്ങോട്ട് ഇപ്പൊ ഇങ്ങനെ കാണുന്ന ഇതൊരു വരയെന്ന് വെച്ചോ, ഈ വരയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നിന്നാല്, അല്ല ഇവിടെ ഒരു വാതിലാണെന്ന് വെച്ചോ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ,
അപ്പോൾ നിങ്ങളുടെ ഇടഭാഗത്തുനിന്നായിരിക്കുന്ന ആ കാണുന്ന വര, ആ വരയിൽ നിന്ന് കഅബ കൊള്ള തിരിഞ്ഞു നിൽക്കുക എന്നുള്ളൊരു കാര്യം അത് സുന്നത്താകുന്നു. അതേ സമയത്ത് ഹജറുൽ അസ്വദിന്റെ മൂലയാവുന്ന ആ അടയാളത്തിൽ നിന്ന് തവാഫ് തുടങ്ങുക എന്നുള്ളതോ അത് തവാഫ് സഹിയാവാനുള്ള ഒരു ചെറുത്തിൽപ്പെട്ടതാണ്. അവിടുന്ന് തുടങ്ങിയാലേ തവാഫ് പരിഗണിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളാണെങ്കിലോ ഏകദേശം അങ്ങോട്ട് അടുത്തു ചെല്ലാൻ പറ്റാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരവസരം ആർക്കെങ്കിലും ലഭിച്ചാൽ അങ്ങോട്ട് അടുത്തടുത്തിട്ട് കഅബത്തിന്റെ മൂലയിലേക്ക് പോയി ആ പരിശുദ്ധമായിരിക്കുന്ന കഅബത്തിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ മൊത്തുക നമ്മുടെ മുഖം കൊണ്ടോ ചുംബിക്കുക, അതൊക്കെ സുന്നത്തുണ്ട്. അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിലൊന്നും പ്രായോഗികമാവാൻ ഒരു സാധ്യതകൾ വളരെ കുറവാകുന്നു. ഒന്നാമത്തെ വലിയ തിരക്കിന്റെ മധ്യത്തിലാണല്ലോ ഇവിടുന്നൊക്കെ പോകുന്ന ആളുകൾക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഏതെങ്കിലുമൊക്കെ മറ്റുള്ള സമയങ്ങളിൽ അതിന്റെ ഇടയിലൊക്കെ പോയിട്ടൊന്ന് ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദിന് മുത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യമായ ഒരു കർമ്മമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായിരിക്കുന്ന ഹജറുൽ അസ്വദിനെ വസജദ അലൈഹി അതിന് ഇബാറത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുകളിൽ പോയി സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാല് സാധാരണ നിസ്കരിക്കുമ്പോഴുള്ള 7 അവയവങ്ങൾ വെച്ച് സുജൂദ് ചെയ്തു എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം. ആ പ്രധാനപ്പെട്ട ശറഫാക്കപ്പെട്ട മുഖം അതിന്റെ മേൽ വെച്ചു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നു. അങ്ങനെ നബി തങ്ങൾ അവിടെ നിന്നിട്ട് മാറി നിന്ന് റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരായി ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയങ്കര ശൂരനാണ്. തന്റെ ഈമാനിന് വലിയ കെട്ടുറപ്പാണ്. ഒരു നിലക്കുള്ളതായി വിട്ടുവീഴ്ചയും സ്വീകരിക്കാത്ത ഭയങ്കരമായ വിശ്വാസത്തിന്റെ ഉള്ളിലുള്ള തീവ്രവാദിയാണ്. ഭീകരവാദിയല്ല, തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുപിടിച്ച ഈമാനിന്റെ കാര്യത്തിലില്ല. ഈമാനിന് എതിരേൽക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിംബാരാധനകളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ആ പരിശുദ്ധമായ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് പ്രതിഷ്ഠിച്ചതായിരിക്കുന്ന ബിംബത്തിന്റെ കണ്ണിൽ മുഴുവനും അതാ ആ വടി കൊണ്ട് കുത്തിവക്കൽ എന്നുള്ള ആയത്തുകൾ ഓതിയൊക്കെ തട്ടിമാറ്റിയതായ നബിതങ്ങള് അവരൊക്കെ അവിടെ വന്ന് സുജൂദ് ചെയ്തിരുന്നു ബിംബങ്ങൾക്ക്. അങ്ങനത്തതായിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി ഇതാ ഒരു കല്ലിന്റെ മുകളിൽ സുജൂദ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ആ കല്ലിന്റെ മുമ്പിൽ ഇങ്ങനെ കരയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഹാഹുനാ തുസ്കബുൽ അബറാത്ത്, ഇവിടെ വെച്ചാണോ നബിയേ തങ്ങൾ കരയുന്നത്? ഈ കല്ലിന്റെ മുകളാണോ നബിയേ തങ്ങൾ സുജൂദ് ചെയ്യുന്നത്? എന്താണ് ഈ കാണുന്നതായ പണി? ഇതൊരിക്കലും നന്നായി എനിക്ക് തോന്നുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാഹുനാ തുസ്കബുൽ അബ്റാത്ത്, ഇവിടെ തന്നെയാണല്ലോ കരയേണ്ടതായിരിക്കുന്ന കാര്യം, ഇവിടെ വെച്ചാണല്ലോ കരയേണ്ടത്. ഇവിടെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കല്ലിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഹജർ, അല്ലയോ കല്ല്, ഇന്നക്കി ഹജറുൻ, നീ ഒരു കല്ലാണ്. ലൗലാ ഖബ്ബലക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ ഒരു കല്ലാണ്. ലാ തദുറു വലാ തൻഫഉ, നിനക്ക് ആളുകളെ ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ നിനക്ക് കഴിയുകയില്ല എന്ന് എനിക്കറിയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തിന്റെ നേതാവ് നിന്നിൽ സുജൂദ് ചെയ്യാവുന്ന ഈ തക്ബീർ ചെയ്യാത്ത പക്ഷം, നിന്നെ ചുംബിക്കാത്ത പക്ഷം ഞാൻ ഒരിക്കലും തന്നെ മാ ഖബ്ബൽതുകീനെ ഞാൻ മുത്തുകയില്ല എന്ന് വളരെ ഒച്ചത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമർ അമീറൽ മുഅ്മിനീൻ ലാ തഖുൽ ഹാകദാ, അല്ലയോ ഉമറേ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ എങ്ങനെ പറയല്ല ഉമറേ. ബൽ യളുറു വയംഫഉ, ഈ കല്ല് ഉപദ്രവം ചെയ്യുന്ന കല്ലല്ലേ? നാളെ ആഖിറത്തിൽ ജനങ്ങളുടെ അഹദ് മീസാക്കുകൾ മുഴുവനും കാത്തു സൂക്ഷിച്ചതായ കല്ല് മശറാലോകത്ത് വെച്ചുകൊണ്ട് കരാറ് പൂർത്തിയാക്കിയ മുഅ്മിനീങ്ങൾക്ക് ഗുണമായി സാക്ഷി പറയുന്ന സംസാരിക്കുന്ന കല്ലാണല്ലോ ഉമറേ. തെറ്റായ ജനങ്ങൾക്ക് കേടായി സാക്ഷിക്കുന്ന കല്ലല്ലേ, പിന്നെന്താണ് നിങ്ങൾ പറയുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തെറ്റുപറ്റിപ്പോയി, ഞാൻ ശ്രദ്ധിക്കാതെ പറഞ്ഞുപോയി, ഞാൻ അതിൽ നിന്ന് മടങ്ങി. എത്ര വലിയവരാണെങ്കിലും കാര്യം മനസ്സിലായാൽ മടങ്ങണമല്ലോ, അതാണല്ലോ നല്ലതായിരിക്കുന്ന സ്വഭാവങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിനയും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ കല്ല് ചുംബിക്കുക എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചതായ ഒരു പ്രധാനമായ ഒരു ഇബാദത്ത് സഹാബികളൊക്കെ ചെയ്തു. എല്ലാവർക്കും വലിയൊരു ആഗ്രഹം. പക്ഷേ സാധുക്കളായിരിക്കുന്ന നമുക്ക് അതിന് സാഹചര്യങ്ങൾ വളരെ കുറവാണ്ടാവാറ്. നല്ല ആരോഗ്യവും അതുപോലെ നല്ല ആവേശമൊക്കെ ഉള്ള ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ സമയം ലഭിക്കാറുണ്ട്. അതിനൊരു ചില നിബന്ധനകളുണ്ട്. മഹാനായിരിക്കുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ആളുകളെ അടങ്ങറാക്കി തിക്കും തിരക്കുണ്ടാക്കി കൈയൊക്കെ ബലം പിടിച്ചിട്ട് പെട്ടെന്ന് ആരെങ്കിലും തിരക്കുമ്പോ കൈയിന്റെ മുട്ടുകൊണ്ട് അവരെ നടലേക്ക് നെഞ്ചിന് ഇടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ ആ കല്ല് നിങ്ങൾക്ക് ഗുണമായിട്ട് ഒരിക്കലും സാക്ഷി പറയുകയില്ല. ആ കല്ല് നിങ്ങൾക്ക് കേടായി സാക്ഷി പറഞ്ഞേക്കാം. വളരെ ശ്രദ്ധിക്കണം, ആരെയും ബുദ്ധിമുട്ടാക്കാൻ പറ്റുകയില്ല. അതിന്റെ പുറമെ ഇഹ്റാമിന്റെ വേളയിൽ ആ കല്ല് ചുംബിക്കാൻ പോവുകയും ചെയ്യരുത്. ഏത് സമയത്തും ആ കല്ല് മുഅത്തറ മുതതയ്യബ, ഏത് സമയത്തും അതിന് നമ്മൾ സുഗന്ധം കൊടുന്ന് വെളിച്ചുകൊണ്ട് ഇങ്ങനെ അത് സുഗന്ധമായിട്ട് നിൽക്കുന്ന കല്ലാകുന്നു. അപ്പൊ ശരീരത്തിലേക്ക് ഇഹ്റാമിന്റെ വേളയിൽ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ള കുറ്റത്തിൽ നമ്മൾ പെട്ടുപോകും. അതിന്റെ പുറമെ വേറെയും ഒരു ബുദ്ധിമുട്ട്, ഒരു മാരകമായ ബുദ്ധിമുട്ട്, അത് മുഖ്തലിത്താത്തും ബിന്നിസാഇ വൽരിജാൽ, ആണ് പെണ്ണുങ്ങൾ കലരുന്നതായ ഏറ്റവും വലിയ ഒരു ഭയാനകമായ ഒരു ഘട്ടമാണത്. പെണ്ണുങ്ങൾ ഒരു ഭാഗത്തുനിന്നും ആണുകൾ മറ്റൊരു ഭാഗത്തുനിന്നും അങ്ങോട്ട് കലർന്നിട്ട് ചിലപ്പോൾ ആ പെണ്ണ് അതിൽ നിന്ന് തല അങ്ങോട്ട് എടുക്കുന്നതിന്റെ മുമ്പ് ഒരു ആണ് പോയി അതിലേക്ക് തല വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെയും മുഖങ്ങളും തലകളും ശരീരവും കൂടിയതാ മുബാശറത്ത് ചേരുന്നതായ ഒരു വലിയ ഭയാനകമായ കുറ്റകരമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നും അതിന് മുത്തുക എന്നുള്ള കാര്യം ഒരു സുന്നത്തിന്റെ അമല് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു മാരകമായ ഒരു ഹറാമ് ചെയ്യാന്നുള്ളത് ശരിയല്ല. അതേ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഹജറുൽ അസ്വദ് മുത്താൻ പോയി തന്റെ മൂക്കിനൊരു മുറിയായി, തന്റെ മൂക്കിൽ നിന്ന് ചോര വന്നു എന്നൊക്കെ ഹദീസിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു സഹാബിയുടേതാ നിരീക്ഷണമാണ്. തന്റെ മൂക്കിൽ നിന്നുണ്ടായിരിക്കുന്ന മൂക്ക് കുത്തി ചോര വന്നത് താൻ ആരെയും ഉപദ്രവിച്ചതിന്റെ പേരിൽ ഇടികിട്ടിയതല്ല, തന്റേതായ സൗകര്യത്തിന് വേണ്ടി പോയപ്പോൾ ആരോ അറിയാതെ കണ്ട് ഇടിച്ചപ്പോൾ മുറി വന്നു പോയതാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ടതും ആകുന്നു. അപ്പോ അത് നമുക്ക് സാധിക്കുമെങ്കിൽ ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക്. സ്ത്രീകൾക്കും ചിലപ്പോൾ സാധിക്കും. ഈ തിരക്കല്ലാത്ത സമയങ്ങളിൽ മറ്റുള്ള ഇടവേളകളിലൊക്കെ ചെല്ലുന്ന കാലങ്ങളിലൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. റമദാനിന്റെ ആദ്യഘട്ടങ്ങളിലും ഉണ്ടാവും. ചില സമയത്ത് അവിടെ പ്രത്യേക സെക്യൂരിറ്റികളായിരിക്കുന്ന പോലീസുകാര് ആളുകളെ ലൈൻ നിർത്തി നമുക്ക് അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കും. പക്ഷേ ഹജ്ജിന്റെ വേളയിൽ അതൊന്നും പ്രായോഗികമല്ല. പല ആളുകളും ഹജ്ജിന് വന്ന ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ ഹജറുൽ അസ്വദ് മൊത്തി, നല്ല സൗകര്യം, ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ മുമ്പ് ഇവിടുന്ന് സുന്നി സെന്ററിൽ ചെന്നുള്ള വിവരം അവർ അറിഞ്ഞ കാരണം ചിലപ്പോൾ ആളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. നമ്മളെ ഇവിടെ ഇടക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഒരു പരിഗണന ഉണ്ടാവുമല്ലോ. ഒന്നുകൊണ്ട് മാറി നാളി ഇന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരു സാധ്യത ഞാനവിടെ ചിന്തിച്ചപ്പോൾ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. അല്ലേ, ആരും ഉണ്ടായിരുന്നില്ല അവിടെ. എപ്പോഴെങ്കിലും ആളുള്ളൊരു സമയം, അവിടെ ഏത് സമയത്തും ആള് വിടാത്തൊരു സമയം ഉണ്ടെങ്കിൽ ആ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മളിതുവരെ വിശ്വസിക്കുന്നത്. ആളുകൾ തന്നെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും, നമ്മളെ അവിടെ നല്ല പരിഗണന ഉണ്ട്. നമുക്ക് നമ്മളെ കൂടെ വരുന്ന ആൾക്കാർക്ക് നല്ല പരിഗണന ഉണ്ട്. ചില രാജാക്കന്മാരൊക്കെ നാടുകളിൽ നിന്നൊക്കെ വരുമ്പോൾ പോലീസുകാരൊക്കെ ഒപ്പം ഉണ്ടാവും. ആളുകളൊക്കെ മാറ്റി നിർത്തി തവാഫ് ചെയ്യാനും അതുപോലെ പിന്നെ സഹി ചെയ്യാനൊക്കെ പട്ടാളം പോലീസും അവിടുത്തെ പ്രത്യേകമായ സെക്യൂരിറ്റികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരു അർത്ഥമില്ലാത്ത വാക്കാണെങ്കിൽ തന്നെ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആ തഞ്ചും താളൊക്കെ നോക്കിയെന്ന് ചിലപ്പോൾ അള്ളാഹു തആല അവരെ മനസ്സറിഞ്ഞുകൊണ്ട് അതിനൊരു ഒരു സൗകര്യങ്ങൾ ആ ഉള്ളതിന്റെ ഇടയിൽ കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം. പെണ്ണുങ്ങളും പ്രത്യേകമായൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില ആണുങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ ധൈര്യം ഉണ്ടാവില്ല. മനസ്സിന്റെ ഉള്ളിൽ പൂതിന്റെ, പക്ഷെ അങ്ങോട്ട് ചെന്നാൽ എന്തായി പോകുന്ന എന്റെ കുട്ടികൾ ഒടുങ്ങാൻ പോകുന്നുള്ള ഈ ഒരു പേടി. തല അങ്ങോട്ട് വെച്ചാൽ പിന്നെ ആ തല കൂടെ എടുക്കണ്ടേ, അപ്പൊ തല അങ്ങോട്ട് ഊരിയിട്ട് അവിടെ ഇരിക്കും, ആൾക്കോട് പോരാ, ഉടലേറ്റിട്ട് പോരാ. അങ്ങനൊക്കെ സംഭവിക്കണം. മരണങ്ങളൊക്കെ എപ്പോഴും അവിടെ സംഭവിക്കലുണ്ടല്ലോ ഹജ്ജിന്റെ വേളയിലൊക്കെ. അപ്പൊ അതൊക്കെ പേടിച്ച് ആളിങ്ങനെ ഒഴിഞ്ഞു നിൽക്കുക. അപ്പൊ പെണ്ണ് കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ കൂടുതലൊക്കെ ഉണ്ടാവാറുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ അവിടെ ഞാൻ കാണിച്ചു തരാൻ കണ്ണി അറിഞ്ഞിട്ട് ഒരു ചെങ്ങായിനെ കൊണ്ടുപോയി പെണ്ണ് മുത്തിച്ചു. പെണ്ണുങ്ങളായിട്ട് ചെല്ലുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പെണ്ണുങ്ങൾ ചെന്ന പ്രത്യേക ഒരു പരിഗണന ഈ വക പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതുപോലെ അവിടെയും അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആദ്യമായ തുടക്കത്തിൽ ഇതിനൊന്നും നമ്മൾ പോകരുത്. അവിടെ സൗകര്യങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ ഇഹ്റാമിലാണെങ്കിൽ വളരെ ഒഴിഞ്ഞു നിൽക്കണം. അതൊരു സുന്നത്തായ ഒരു അമലാണെങ്കിൽ തന്നെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് തവാഫ് തുടങ്ങുക എന്നുള്ള ഷർത്താണ്. അപ്പൊ അതിന് അത് ഒഴിഞ്ഞു നിന്നാലും വേണ്ടില്ല, അങ്ങോട്ട് നേരിടുന്ന രൂപത്തിൽ നാം നിൽക്കുക. ആ വര വിട്ട് അതിനെ കുറച്ചുകൂടി ബേക്കിലേക്ക് നിൽക്കുക, ഇടഭാഗത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ച് തവാഫ് ആരംഭിക്കുക. ശരിക്കും എന്ത് ചെയ്യുന്നതാണ്, അങ്ങോട്ട് ഇടഭാഗത്തേക്കാണ് നീങ്ങി നിന്നിട്ട് ശരിക്കും മറിഞ്ഞിവിടെ മുമ്പോട്ട് തന്നെ നീങ്ങി നിന്നാൽ നമ്മുടെ ഇടഭാഗത്താവും കഅബം. അതവിടെ തിരിങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് ശരിയെ കിട്ടും. വേറെ പോകുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ രൂപക്ക് കാണിക്കുക, അതൊന്നും ഇവിടെ പ്രായോഗികമല്ല. ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി എളുപ്പം കിട്ടും. കഅബത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാതെ അങ്ങോട്ട് മറിഞ്ഞു നിന്നാൽ നമ്മുടെ ഇടഭാഗത്ത് കഅബം ഉണ്ടാവും. അങ്ങനെ പിന്നെ മുന്നോട്ട് അങ്ങനെ നടക്കുക. നിയ്യത്ത് ഫർളായിരിക്കുന്ന തവാഫിന് നിയ്യത്ത് വെക്കല് നിർബന്ധമില്ല. അപ്പൊ ചെന്നപാട് നമുക്ക് ചെയ്യാനുള്ളത് ഖുദൂമിന്റെ തവാഫ്, ഉംറയുടെ തവാഫാണെങ്കിൽ നമ്മൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തുന്നതായിരിക്കുന്ന ആളുകൾക്ക് 2 തവാഫാണ് അവിടെ ചെയ്യാനുള്ള കൽപ്പനയുള്ളത്. പക്ഷേ ഒരു തവാഫ് കൊണ്ട് രണ്ടും നിർവഹിക്കപ്പെടുന്നതാണ്. ഖുദൂമിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ ആദ്യമായി എടുത്തിയാൽ ചെയ്യുന്ന തവാഫ്.
അത് ഉംറ കയറാൻ ചെയ്തതായിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഫറലായ തവാഫുമുണ്ട്, കുദൂമിന്റെ തവാഫുമുണ്ട്. അപ്പൊ ഈ ഒരു കുദൂമിന്റെ തവാഫ് ഫറലുമാണ്, സുന്നത്തുമാണ്. അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല എങ്കിലും സുന്നത്താണല്ലോ എന്ന് നിലക്ക് അയാൾ നിയ്യത്ത് ചെയ്യാം. ഞാൻ ഈ പരിശുദ്ധമായ കഅബത്തിനെ തവാഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉംറയുടെ തവാഫാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് നേരെ മുമ്പോട്ട് നടക്കുക. പിന്നെ കഅബത്തിലേക്ക് തിരിയാൻ പറ്റുകയില്ല. നേരെ മുമ്പോട്ട് എങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് എവിടേക്കും എന്താ നെഞ്ചിന്റെ ഭാഗം ഒരു കാരണവശാലും കഅബത്തിന്റെ ഭാഗത്തേക്ക് തിരിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, എങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഈ തുടങ്ങിയതായ സ്ഥലത്ത് തന്നെ വന്നാൽ എന്തായി, എത്ര തവാഫായി? ഒരു തവാഫായി ഇല്ലേ? ഒരു ചുറ്റ് വന്ന് അങ്ങനെ 7 ചുറ്റ് ചുറ്റിയാൽ എത്ര തവാഫായി? ഒരു തവാഫായി. അപ്പോ തൗഫത്ത് എന്നതിന് പറയും, അതായത് ഒരു റൗണ്ട്. അങ്ങനെ 7 തൗഫത്തുകൾ ഉണ്ടായാൽ അത് ഒരു തവാഫായി. ഇതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. ഇനി അപ്പൊ തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന മൂല പരിഗണിച്ചുകൊണ്ടാണ്. ആരും മനസ്സിലാക്കി പോകരുത് ആ മൂലയിലേക്ക് തിരിഞ്ഞിട്ടാണ് തവാഫ് ചെയ്യൽ നിർബന്ധം എന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയാൽ ചില സമയത്ത് അങ്ങോട്ട് തിരിയാൻ കഴിയാതെ ആളുകളൊക്കെ തിരക്കി തിക്കി പിടിച്ചിട്ട് തിരിഞ്ഞിട്ട് മറിഞ്ഞു നിൽക്കാൻ പറ്റാതെ നേരെ മുമ്പോട്ടാണ് പോയാലോ, തവാഫ് തുടങ്ങിയതിന്റെ സമയത്തിൽ അല്പ സമയം ഈ കഅബ ഇടഭാഗത്താവാതിരിക്കുന്നതായ ബാഗിൽ പെട്ടെന്ന് സ്പീഡിൽ പോയല്ലോ, ആവാത്തതായിരിക്കുന്ന ഒരു സമയം അതിൽ ഉണ്ടായത് കൊണ്ട് തവാഫ് സഹിയാവുകയില്ല. അതേ സമയത്ത് നല്ല സൗകര്യങ്ങളൊക്കെ തോന്നുന്ന അവസരങ്ങൾ ഉണ്ടായാൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു നിന്നതിന് ശേഷം നടക്കണം. അപ്പൊ മറിഞ്ഞു നിൽക്കാൻ അവിടെ സൗകര്യമില്ല, അത്രയും തിരക്ക് പിന്നാലെ ഇങ്ങനെ വരികയാണെങ്കിലോ നേരെ അങ്ങോട്ട് പോയിക്കോ. ഇനി ആ സ്റ്റോപ്പിലെത്തിയാൽ അവിടെ നിന്നോളുന്നുണ്ടോ, ചെറിയതാ ഫുൾ സ്റ്റോപ്പ് വേണോ, അതും വേണ്ട, നിർബന്ധമില്ല, ഒറ്റ പൊക്കാനെ പോവാം. ഇതിന്റെ മാറ്റി ഈ പറഞ്ഞതിനും പഠിച്ചതിനും നേരെ വിപരീതമായി ശക്തിയായിട്ട് അവിടെ കാണാൻ അവിടെ അങ്ങോട്ട് എത്തിയാൽ പെട്ടെന്ന് നിങ്ങൾ ആളുകൾ സ്റ്റക്കായി ഇവിടേക്ക് വനങ്ങാൻ കഴിയാതെ ആകെ തടഞ്ഞ് കുറെ സമയം നിന്ന് കുറെ ആളുകൾ ആ ലൈനിൽ എത്തിയപ്പോ നേരെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്താലും അനങ്ങുകയില്ല. അങ്ങോട്ട് പിടിച്ച് ആ കഅബത്തിനെ അങ്ങോട്ട് പൊട്ടിച്ച് ഇങ്ങോട്ട് വലിക്കണ മാതിരി ഭയങ്കര സ്പീഡിൽ ശക്തിയിലൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞതിന്റെ ശേഷം അങ്ങോട്ട് അനങ്ങുകയുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അതാണ് ഞാൻ ആദ്യമായിട്ട് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റുബ്ബമാ ഖല്ലദ കസീറും മിനൻ നാസി ബഅല അവാമി മക്ക അന്നഹും യഅലമൂന മനാസിക്കൽ ഹജ്ജി വഹാദാ ഖത്ഉൻ ഫാഹിഷുൻ വഗലത്തുൻ. ഇത് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. അവർ ചതിവിട്ടുപോയി. ഞങ്ങൾ മനസ്സിലാക്കൽ എന്താ, പരിശുദ്ധമായ മക്ക ഹറമിലും ഹറമിന്റെ പരിസരത്തും അവിടെ വന്നുകൂടിയ ആളുകളിൽ അധികം ആളുകൾക്കും ഹജ്ജിന്റെ എല്ലാ നിയമവും അറിയാം, അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് കുറെ ആളുകളൊക്കെ ധരിച്ചു വെച്ചു പോയി. അത് ഏറ്റവും വലിയ പിഴവായി, ഡേഞ്ചറാണ് ആ സംഭവം. അങ്ങനെ മനസ്സിലാക്കണ്ട, അത് പഠിക്കുക തന്നെ വേണമെന്ന്. അതിനു വേണ്ടിയാണല്ലോ മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പഠിക്കേണ്ട ഒരു അമലാണ്. അപ്പൊ ഏതെങ്കിലും വല്ല ആളുകൾ കാട്ടുന്നതല്ല നമുക്ക് കാട്ടാനുള്ളത്. അവിടെ നിന്നോട്ടെ, അവരവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല, മുറിഞ്ഞു കിടക്കാൻ കഴിയുന്നില്ല, പിന്നെ ലൈനുകൾ നിന്നിട്ട് ഉറച്ചു നിൽക്കുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് അവർ മാറിയതിന് ശേഷമായിട്ട് നമുക്കവിടെ നടന്നാൽ മതി. അതിനും പുറമെ ചില ആളുകൾ വിവരമില്ലാത്തതിന്റെ അഭാവത്തിൽ പലതും സംഭവിച്ചു പോകുന്നതായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആ വരയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കാണാം. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ഇങ്ങനെ ഒഴുകിയിട്ട് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ കാണുന്ന ലൈനിൽ നിന്നുകൊണ്ട് ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങളെ കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കാരണവശാലും ഒരു മദ്ഹബും അതിനെ അംഗീകരിച്ചതല്ല. പക്ഷേ വിവരദോഷം കൊണ്ട് മനസ്സിലാക്കിയത് ഇത്രയും പ്രധാനപ്പെട്ട പുണ്യമായ സ്ഥലത്ത് ഏറ്റവും പ്രധാനമായ ഒരു അമൽ ചെയ്താൽ എല്ലാം രക്ഷപ്പെട്ടു പോയി എന്നുള്ള വിവരദോഷത്തിലാണ് കുടുങ്ങിയത്. അതൊന്നും പറഞ്ഞാൽ അനുസരിക്കുകയില്ല ആരും. അപ്പൊ അങ്ങനത്തെ സംഭവത്തിലും ആരും തന്നെ പങ്കെടുക്കാനോ അതിൽ നല്ലതാണെന്ന് ആരും മനസ്സിലാക്കരുത്. അവരെ നമ്മൾ തട്ടിമാറ്റേണ്ട അധികാരവും നമ്മുടെ കയ്യിലില്ല. അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അങ്ങോട്ട് കടക്കാൻ അത് തടസ്സമാണെങ്കിൽ അത് കഴിയുന്നവരെ നമ്മൾ അവിടെ നിൽക്കുക, എന്തെങ്കിലും ദിക്റുകളും സലാത്തുകളൊക്കെ ഓതിയിട്ട് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നടത്തുക. ഇനി നമുക്ക് തവാഫിനെ സംബന്ധിച്ചിടത്തോളം മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പരിശുദ്ധമായിരിക്കുന്ന തവാഫിനക്ക് ചില ശുറൂത്തുകളുണ്ട്, ചില ആദാബുകളുണ്ട്, അതുപോലെ ചില വാജിബാത്തുകളുണ്ട്. വാജിബാത്തിന്റെ കൂട്ടത്തിൽ തന്നെ നിർബന്ധമാണോ അല്ല എന്ന് ഖിലാഫുള്ളതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഖിലാഫില്ലാത്തതായ കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി തവാഫിന്റെ ഷർത്തുകളാണ് നാളെ പറയാനുള്ളത്. ഇത് പ്രധാനമായ സംഗതികളായതുകൊണ്ട് ഇത് ഒഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ആരും എവിടേക്കും പോവാതെ ഇതിൽ പങ്കെടുക്കുക തന്നെ വേണം. ഇഹ്റാമിന് ഒരു ചോദ്യമാണ്, ഇഹ്റാമിന് ശേഷം സ്വപ്നം കണ്ടാൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ
അതിന്റെ വിധി എന്താ? ഇഹ്റാമല്ലാത്ത സമയത്തുണ്ടായുള്ള വിധി തന്നെ. ഇഹ്റാമല്ലാത്തുമ്പോൾ ഉണ്ടായുള്ള വിധി എന്താ? കുളിക്കുക ശരിയായ രൂപത്തിലുള്ള കുളി തന്നെ. ശരീരം മുഴുവനും വെള്ളമൊഴിച്ചിട്ട് എല്ലാ ദ്വാരങ്ങളും നമ്മൾ പറഞ്ഞില്ലേ, മലദ്വാരം അടക്കം നമ്മൾ കഴുകേണ്ടത് നിർബന്ധമായ എല്ലാ സ്ഥലം കഴുകിയിട്ട് നല്ല ഉഷാറായിട്ട് കുളിയായിട്ട് കുളിച്ചാൽ ആളെന്ത് ചെയ്ത് ആ പഴയ കോലത്തിലിട്ട് വന്ന് ഈ സ്കല്ലം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ നിലപാടിൽ കിടത്തി. പിന്നെ എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിൽ ഫായിദീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ല ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയും പിരിഞ്ഞു നിന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ലാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തൃശിപ്പിയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹദായ പദവികൊണ്ട് നമ്മയും അഹ്ലികാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനം, അതിന്റെ ശേഷമായി തവാഫ് ആരംഭിക്കുക. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന വ്യക്തികൾ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് എത്തുക, തവാഫ് അവിടെ നിന്ന് ആരംഭിക്കുക. ഇതായിരിക്കണം പള്ളിയിൽ കടന്ന ആളുടെ ഒന്നാമത്തെ ലക്ഷ്യം. തഹിയ്യത്ത് നമസ്കാരം കൊണ്ടോ മറ്റു ഔറാദുകളെ കൊണ്ടോ ജോലിയാവരുത്. ആദ്യമായി അവൻ ചെയ്തിരിക്കേണ്ട കാര്യം തവാഫാകുന്നു. അതിന് ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് എത്തുക, അവിടുന്ന് തവാഫ് ആരംഭിക്കുക. ഇനി മഹാനായിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, തവാഫിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പെയായി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇൽത്തിബാ സുന്നത്താകുന്നു. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിന്റെ ശേഷം പൂനൂല് വേഷം ധരിക്കുക. അത് തവാഫിലേക്കുള്ള പ്രവേശന സമയത്താണ് സുന്നത്ത്. പൂനൂല് വേഷം ധരിക്കുക എന്നുള്ളത് ഇഹ്റാമിന്റെ ശേഷം സുന്നത്തായ സമയം തവാഫിലേക്കുള്ള പ്രവേശനം, അതായത് തവാഫ് തീരുന്നത് വരേക്കും. അതിന്റെ ശേഷം നടക്കാവുന്ന സഅയിലും അത് സുന്നത്താകുന്നു. വകദാ യുസ്തഹബു ഫി സഅയി, തവാഫിൽ സുന്നത്താണ്, അപ്രകാരം തന്നെ സഅയിലും സുന്നത്താണ്. തവാഫിൽ അത് പ്രബലമായ സുന്നത്താകുന്നു. പൂനൂല് വേഷം എന്നുള്ളത് ഇടത്തെ ചുമലിൽ ഒരു തട്ടം നിവർത്തിയിടുക, നീളത്തിലിട്ട് വലത്തെ കൈ കൊണ്ട് ബേക്കിലെ തട്ടത്തിന്റെ ആ തല ഇങ്ങോട്ട് പിടിച്ച് ഇടത്തെ ചുമലിലേക്ക് ഇങ്ങോട്ട് മറിച്ചിടുക. അപ്പോ ഇടത്തെ ചുമല് മുഴുവനും മറയുകയും വലത്തെ ചുമലിന്റെ അടിഭാഗം മേൽഭാഗമൊക്കെ ശരിക്ക് പുറത്തേക്ക് വെളിവാകുകയും ചെയ്യും. ഇതാണ് പൂനൂല് വേഷം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് പുരുഷന്മാർക്ക് പ്രത്യേകമായ സുന്നത്താണ്. തവാഫിന്റെ സമയത്ത് മാത്രം, അല്ലാത്ത സമയത്ത് ആരും അങ്ങനെ ചെയ്യരുത്. അറിവിന്റെ അഭാവത്തിൽ പലരും അങ്ങനെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഈ ഒരു രൂപം സ്വീകരിക്കലുണ്ട്. അത് നല്ലതല്ല, അത് സുന്നത്തായ ഒരു കാര്യവുമല്ല. ശരീരം ആവശ്യമില്ലാതെ തുറന്നിടുക എന്നുള്ളതും ശരിയല്ല. അതോടുകൂടെ ആ തവാഫ് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന നിസ്കാരത്തില് ശരിക്ക് ആ പൂനൂല് വേഷം മാറ്റി ശരീരത്തിലാകെ ആ മേൽത്തട്ടം കൊണ്ട് മൂടിയിടുക, പുതച്ചു വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇത് സുന്നത്തായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി തവാഫിനെ സംബന്ധിച്ചിടത്തോളം ചില നിർബന്ധമായ വാജിബാത്തുകൾ, അതോടുകൂടെ ചില ശുറൂത്തുകൾ, അത് കൂടാതെ കണ്ട് ഷെർത്ത് കൂടാതെ കണ്ട് മഷ്റൂത്ത് ഉണ്ടാവുകയില്ല. ഷെർത്ത് ഏതൊരു വസ്തുവിന്റെ ഷെർത്ത് എന്ന് പറഞ്ഞാൽ അതില്ലാതെ കണ്ട് അത് ഉണ്ടാവുകയില്ല. നിസ്കാരത്തിന് തഹാറത്ത് ഷെർത്താണ്, അതായത് ഉളു ചെയ്യണം. അപ്പൊ ഉളു കൂടാതെ എത്ര നിസ്കരിച്ചാലും അത് നിസ്കാരമാവുകയില്ല. തവാഫിന് തഹാറത്ത് ഷെർത്താണ് നോക്കുമ്പോൾ അത് കൂടാതെ കണ്ട് തവാഫ് സഹിയാവുകയില്ല. ഏതൊരു അമലിന്റെയും സ്വഭാവം അത് തന്നെയാവുന്നു. ഹജ്ജിന്റെ ഇബാദത്തുകളിൽ വാജിബ്, റുക്ന് എന്ന് പറയപ്പെടുന്ന രണ്ടെണ്ണം, രണ്ടിന്റെ അർത്ഥം നിർബന്ധമാണ്. ഫർള് എന്നാലും വാജിബ് എന്നാലും രണ്ടും നിർബന്ധമാണ്. പക്ഷേ ഹജ്ജിന്റെ അമലിലേക്ക് ബന്ധിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തിൽ അല്പൊരു വ്യത്യാസമുണ്ട്. വാജിബ് എന്ന് ഹജ്ജിന്റെ അമലിൽ പറഞ്ഞ ഒരു വാജിബ് ഉപേക്ഷിക്കേണ്ട ഘട്ടം മനഃപൂർവ്വമായിട്ടോ അതല്ലെങ്കിൽ സാഹചര്യ പ്രതികൂലം കൊണ്ടോ പ്രതിബന്ധങ്ങളെ കൊണ്ടോ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിന് പരിഹാരങ്ങളുണ്ട്. ഹജ്ജ് പൂർണ്ണമാവാൻ മറ്റൊന്ന് ചെയ്തുകൊണ്ട് പരിഹരിക്കാം, അതിന്റെ കുറവുകൾ നികത്താം. ഫറളാണോ ഒഴിഞ്ഞു പോയതെങ്കിൽ കുറവ് പരിഹരിക്കാൻ പറ്റുകയില്ല. അടുത്ത വർഷത്തിലായി ഹജ്ജ് ചെയ്തു തീർക്കാൻ കടപ്പെടുകയാണ്, ഖളാ വീട്ടാൻ ബാധ്യസ്ഥനാകുന്നു. ഹജ്ജിന്റെ അമൽ അങ്ങനെ.
അതേ സമയത്ത് നമസ്കാരത്തിലുള്ള വാജിബ് ഫർള് എന്നൊക്കെ പറഞ്ഞാല് അത് പ്രയോഗത്തിലുള്ള വാക്ക് വ്യത്യാസങ്ങളല്ലാതെ കണ്ട് അർത്ഥത്തിൽ യാതൊരു മാറ്റവുമില്ല, എല്ലാം നിർബന്ധമാകുന്നു. പിന്നെ അന്ന തവാഫ യസ്തമിലു അലാ ശുറൂത്തിൻ വ വാജിബാത്തിൻ ലാ യസ്ഹു തവാഫു ബിദൂനിഹാ. തവാഫ് അത് കൂടാതെ സഹിയാവില്ല, ആ ശുറൂത്തുകൾ ഉണ്ടായിരിക്കണം, എന്നാലേ തവാഫ് സഹിയാവുകയുള്ളൂ. അതുപോലെ ചില പ്രത്യേകമായ ആദാബുകൾ സുന്നത്തുകളുണ്ട്, അതുകൂടാതെ തവാഫ് സഹിയാണ്, പക്ഷേ അതിന്റെ കമാലിയത്ത് പരിപൂർണാവസ്ഥയിലേക്ക് എത്തുകയില്ല. സുന്നത്ത് എന്ന് പറയുന്നത് ഉപേക്ഷിച്ചത് കൊണ്ട് അമല് പൂർത്തിയാവാതെ വരികയില്ല, എങ്കിലും അതിന്റെ കമാലിയത്ത്, അതിന്റെ ഏറ്റവും പൂർണ്ണമായ മഹത്വം അതിന് ലഭിക്കുകയില്ല. ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തെ ഷർത്ത് ആ ഷർത്തുൽ അവ്വലു, അവ്വലായിരിക്കുന്ന ഷർത്ത് സത്റുൽ ഔറത്തി, ഔറത്ത് മറക്കലാവുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നാമത്തേതായിരിക്കുന്ന ഷർത്ത് തന്നെ പറയുന്നത് ഔറത്ത് മറക്കലാവുന്നു. ഔറത്തു റജുലി, പുരുഷന്റെ ഔറത്താവുന്നത് മാ ബൈന സുറത്തി വർ റുക്ബത്തി, മുട്ടുപുക്കൾ ഉൾപ്പെടെയുള്ളതായ സ്ഥലമാകുന്നു. മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം എന്നല്ല, മുട്ടുപുക്കൾ ഉൾപ്പെട്ട് മറക്കേണ്ടതാകുന്നു. അപ്പൊ മുട്ടും പുക്കളും കൂടി മറഞ്ഞ് കഴിഞ്ഞിരിക്കണം. അതിന്റെ ഉൾഭാഗം മറക്കലോടുകൂടെ മുട്ടുവരെ മറിച്ചാൽ പറ്റുകയില്ല, പുക്കൾ വരെ മറിച്ചാലും പറ്റുകയില്ല. പുക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, മനസ്സിലായില്ലേ? പൂക്കൾ എന്താന്ന്? ചിലർ തൂമ്പ് എന്ന് പറയും, ചില നാട്ടിലൊക്കെ. തൃശ്ശൂർ ഭാഗത്തൊക്കെ ചിലർ തൂമ്പ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലേ, മനസ്സിലായില്ലേ? എന്താന്ന് സംഗതി അറിയില്ലേ? തിരിഞ്ഞാ മതി. അതും കൂടി മറക്കണം, അത് വരേക്ക് മറച്ചാൽ പറ്റുകയില്ല, അത് ഉൾപ്പെടെ മറക്കണം. അതുപോലെ കാലിന്റെ മുട്ടുവരെ പറ്റുകയില്ല, മുട്ടു മറയണം, മറയിൽ പെട്ടുപോകണം. അതാ സത്റുൽ ഔറത്ത്, പുരുഷന്റേതായിരിക്കുന്ന ഔറത്ത്. ഔറത്തു റജുലി മാ ബൈന സുറത്തി വർ റുക്ബ, ഇത് ഏത് സമയത്തും അവൻ മറച്ചിരിക്കണം. നിസ്കാരത്തിലും ആയിരിക്കണം. നിസ്കാരം സഹിയാവാൻ വേണ്ടി ആവശ്യമാണ്. തവാഫിലും തവാഫ് സഹിയാവാൻ വേണ്ടി ആവശ്യമാണ്. അല്ലാത്ത സമയങ്ങളിലും മുട്ടുപുക്കളിന്റെ ഇടയിലുള്ളതായ ഒന്ന് മറയണം. കാലിന്റെ തുട പുറത്ത് വെളിവാൻ പറ്റുകയില്ല. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ, ഈ കേരളീയ നമുക്കൊരു സ്വഭാവമുണ്ട്, നാം ഉടുത്തുന്നായിരിക്കുന്ന ആ ഉടുമുണ്ട് ഒന്ന് മടക്കിയിട്ടൊന്ന് വലിച്ചു കുത്തുക. ചെറുപ്പക്കാരും ചെയ്യും, വലിപ്പക്കാരൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന് വലിച്ചിങ്ങോട്ട് കുത്തുക, അതാതൊന്ന് മടക്കി കുത്തുക. മടക്കി കുത്തിയാല് കാൽമുട്ടിന്റെ മേലെയുള്ളതായ സ്ഥലം വെളിവായിട്ട് മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് പെടുന്നത് അത് ഹറാമാണ്, കുറ്റകരമാണ്. ചെറിയൊരു സംഗതിയല്ല, അത് കുറ്റകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉസ്തുറിൽ ഫഖിദ ഫഇന്നഹാ ഔറ, ഫഖദ് മറക്കണം, അതായത് കാലിന്റെ തുട പൂർണ്ണമായി മറക്കണം, അത് ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞതിന് ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഔറത്ത് എന്ന് പറഞ്ഞാല് ഒരു വഷളത്തരമായി തോന്നുന്ന കാര്യം. ആറ് എന്ന് പറഞ്ഞ വഷളത്തരം, അതായത് അത് മറ്റൊരാളുടെ ദൃഷ്ടിയിൽ പെടുക എന്നുള്ളത് നമുക്കൊരു പോരായ്മയാണ്. ഉദാഹരണം, ഇപ്പൊ കാലിന്റെ മുട്ടിന്റെ മേൽഭാഗം പറയുമ്പോ കത്തറ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മേൽപോട്ടങ്ങൾ ഇത് വെളിവാക്കിയിട്ട് മറ്റൊരാൾ കാണുമ്പോൾ നമുക്കൊരു വിഷമുണ്ടാവുകയില്ലേ? എന്നാൽ അത് തന്നെയാണ് ഇതിന്റെ വിധിയും. 6 ലാ തൻഹാൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അളീമു. ഒരു മഹാൻ പറയുകയാണ്, നീ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാളെ നീ ഉപദേശിക്കണ്ട. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നീ ചെയ്യാതെ മറ്റൊരാളോട് ഉപദേശിക്കരുത്. അത് അത് ആറാണ്, വളരെ വഷളത്തരമാകുന്നു. അളീമു, വളരെ വഷളത്തരമാണ്, ഒരിക്കലും ചെയ്തു പോകരുത്. അപ്പൊ ഔറത്ത് എന്ന് പറഞ്ഞാല് വഷളത്തരം തോന്നാവുന്ന ഒരു സ്ഥലം പൂർണ്ണമായി മറച്ചിരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഹജ്ജിന്റെ അമലില് അല്ലെങ്കിൽ നിസ്കാരത്തിൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്താലേ അത് സഹിയാവുള്ളൂ. അല്ലാത്തുമ്പോഴും മറക്കണം. അപ്പോ അന്യൊരു പുരുഷൻ നമ്മുടെ കാൽമുട്ടിന്റെ മേൽഭാഗം കാണുക, അതുപോലെ പുക്കളിന്റെ താഴ്ഭാഗം, പുക്കൾ മുതൽക്ക് താഴ്ഭാഗം, അത് പുക്കൾ മുതൽക്ക് തുടങ്ങി എവിടെ ആയിരുന്നാലും വേണ്ടില്ല, അതൊക്കെ മറ്റൊരാളുടെ ദൃഷ്ടിയിൽ, ഒരു ആണിന്റെ ദൃഷ്ടിയിലാവട്ടെ പെണ്ണിന്റെ ദൃഷ്ടിയിലാവട്ടെ, അത് പെടുക എന്നുള്ളത് നിഷിദ്ധമാണ്, കുറ്റകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്തൊരു കാര്യമാകുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഇബാദത്തുകളിലേക്ക് ചേർത്തുമ്പോൾ ആ ഇബാദത്ത് സഹിയാവാൻ ആവശ്യമാണ്. സാധാരണ സഹകരണ സമ്പർക്കത്തിലേക്ക് ചേർക്കുമ്പോൾ നാം അങ്ങനെ ചെയ്താൽ കുറ്റത്തിൽപ്പെട്ടു പോകുന്നതാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ വസ്ത്രം ധരിക്കുമ്പോ പുക്കളിന്റെ താഴ്ഭാഗത്ത് വസ്ത്രം ധരിച്ച് ചെറുപ്പം മുതൽക്ക് ശീലമായ ആളുകള്, അവർക്ക് അത് ഔറത്താണെന്ന് അറിയാത്തത് കൊണ്ടോ അത് അറിഞ്ഞത് കൊണ്ടോ എന്തോ ഒന്നും അറിയുകയില്ല. നാട്ടിൽ പല ആളുകളെയും അങ്ങനെ കാണുന്നു. ഇവിടൊക്കെ പിന്നെ
ഈ പാന്റ് ഒക്കെ ധരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ അതിന്റെ മീതെ ഒരു കുപ്പായോ അല്ലെങ്കിൽ ഒരു ബനിയനൊക്കെ ഇട്ടാൽ കാണുന്നില്ല എങ്കിൽ തന്നെ ഈ പാന്റ് ഇട്ട് നിസ്കരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഔറത്ത് വെളിവാവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കലല്ല എന്റെ ആവശ്യം, ചെയ്യുന്ന അപാധകൾ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതെന്താ? എങ്ങനെ ആയിരുന്നാലും ഈ പാന്റ് കൊണ്ട് നമ്മുടെ പുക്കളിന്റെ മേൽഭാഗം ഫുള്ളായിട്ട് മറയുകയില്ല, ഉൾപ്പെട്ട് മറക്കാൻ കഴിയുകയില്ല. ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എവിടുന്ന് മറക്കണം? അത് ആ ഔറത്തിന്റെ മേൽഭാഗം മുതൽക്ക് അടിഭാഗം വരെ മറക്കുക. അപ്പൊ പുക്കളിന്റെ മേൽഭാഗം മുതൽക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? അത് മറഞ്ഞിരിക്കുക. ഏച്ച് മറച്ചാൽ പറ്റുകയില്ല. ഒരു വസ്ത്രം കൊണ്ടത് മറഞ്ഞിരിക്കുക. ഏതുവരെ മറഞ്ഞിരിക്കണം? കാലുമുട്ട് ഉൾപ്പെടെ മറഞ്ഞിരിക്കേണ്ടതാവുന്നു. നിങ്ങൾക്കിവിടെ ഇങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഷർട്ട് ധരിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ മറഞ്ഞു പോയില്ലേന്നാ. എന്നാൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയങ്ങളിലോ അതല്ലെങ്കിൽ റുക്കൂ ചെയ്യുന്ന സമയത്തിലോ നിങ്ങളുടെ ഷർട്ടിൻ്റെതായ ഈ ബട്ടന്റെ ഉള്ളിൽ കൂടെ, ഈ കഴുത്തിന്റെ ഉള്ളിൽ കൂടെ, അല്ലെങ്കിൽ കോളറിന്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ ഒരു സൂചിന്റെ പഴുത് മേൽ ഉണ്ടായാൽ മേൽഭാഗം നിങ്ങൾ അവർത്ത് മറച്ചവരാവുകയില്ല. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന വ്യക്തികൾ അവർത്ത് മറച്ചവരാവുകയില്ല. അത് കാരണമായിട്ട് അവരുടെ നിസ്കാരം സഹിയാവാതിരിക്കാൻ 99% സാധ്യതയുണ്ട്. 99% സാധ്യതയുണ്ട്. ലൂസ് ഉള്ളതായിരിക്കുന്ന ബനിയനാണോ നിങ്ങൾ ധരിച്ചതെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വിടവ് കൊണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വിടവ് എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ വിടവിന്റെ കൈ കുറച്ച് കൂടുതൽ ലൂസുള്ള ഒരു ബനിയനാണ് ധരിച്ചത്. ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന ടീഷർട്ട് പോലെയുള്ള ബനിയനാ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ കീഴ്പോട്ട് എന്ത് ചെയ്തു? ഈ മുട്ടുപുക്കളിന് ശരിയായിട്ട് ഇതാ പിൻഭാഗം ഉൾപ്പെടെ ഉള്ളതാണല്ലോ ഇപ്പൊ ഈ പറയുന്ന സ്ഥലം. ഏതെങ്കിലും ഒരു ഭാഗം വെളിവായാൽ ലാ യസ്ഹു സലാത്തുഹാ വലാ യസ്ഹു തവാഫുഹു, അവന്റെ സംസ്കാരവും തവാഫും സഹിയല്ല. ഞാൻ പറയുന്നത് നിയമങ്ങളാണ്, വ്യക്തി വിഷയങ്ങളിലായി പറയുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലൊരു കന്തൂറ ധരിച്ചു എന്ന് വെക്കുക, നല്ല ഒമാനി കന്തൂറ പോലെയുള്ള കന്തൂറ, കഴുത്ത് ശരിക്ക് ഫിറ്റായി അതിന്റെ കുടുക്കുകളെ കൊണ്ടോ അതല്ലെങ്കിൽ അതിന് മറ്റുള്ള ഈ ചെയിന് പോലെയുള്ളത് വെച്ച് ശരിക്കും ഇങ്ങനെ പൂട്ടി അത് സുജൂദ് ചെയ്യുന്ന സമയത്തും അതുപോലെ റുക്കുവിന്റെ സമയത്തും യാതൊരു വിടവുകളും എവിടെയില്ല, കുടുക്കിട്ട ഭാഗത്തില്ല, കഴുത്തിന്റെ ഭാഗത്തൊന്നും യാതൊരു വിടവുകളും ഇല്ല എങ്കിലോ നിങ്ങളുടെ അടിയിൽ ഒരു ട്രൗസർ പോലും ഒരു ഡോയർ പോലും ഒരു ജഡ്ഡി പോലും അതല്ലെങ്കിൽ ഒരു പാന്റ് പോലും ഒന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല. വെറും ഒരു കുപ്പായം കൊണ്ട് നിസ്കാരവും തവാഫും സഹിയാവുന്നതാണ്. ഈ വിധി നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രവർത്തിക്കൽ നിങ്ങളുടെ ഇഷ്ടം, ശ്രദ്ധിക്കൽ വളരെ നിർബന്ധമായിട്ട് ഞാൻ നിങ്ങളോട് കർശനമായി പറയാം. ഇതാണ് ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ. ഈ മറക്കല് അധികം ആളെ സംബന്ധിച്ചും നിസ്കാരത്തിൽ സുജൂദിലേക്ക് അങ്ങോട്ട് പോയാൽ ഈ പാന്റ് ഇങ്ങോട്ട് കൈപ്പോട്ട് ഇങ്ങനെ ബേക്കിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ പൂക്കളിന്റെ ചുറ്റുഭാഗത്തിനോട് ചേർന്നതിന്റെ സ്ഥലത്തിന്റെ പുറമെ കുറച്ചുകൂടി കീഴ്പോട്ട് പോയിട്ടുണ്ടാവും. പൂക്കളാണെങ്കിൽ മറക്കുന്ന സ്വഭാവം ഏറി വന്നാൽ ഈ കുപ്പായം കൊണ്ട് മറിയുന്ന മറക്കിൽ മാത്രമേ ഉള്ളൂ. ഏതു സമയത്തും പൂക്കളിന്റെ താഴ്ഭാഗത്തെ പാന്റ് ഫുള്ളാക്കാൻ കഴിയുള്ളൂ. വളരെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ, വളരെ അപൂർവം ആളുകളാണ്, അത് കയറ്റിയാൽ തന്നെ ഇങ്ങനെ കീഞ്ഞിറങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം എങ്ങനെയൊക്കെ അത് വേണ്ടതുപോലെ നമ്മുടെ ഒരു അമല് സഹിയാവേണ്ടി നാളെ ഇത് മറിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ കാലിയാവരുത്. ഇതിനു വേണ്ടിയായി പറയുന്നത്. നാളെ നമ്മുടെ ഏടുകൾ മറിച്ചു നോക്കുന്ന സമയത്ത് എല്ലാം ചോർന്നു പോയിട്ട് നാം മത്സ്യം പിടിക്കാൻ വേണ്ടി പൊരുത്തി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. വെള്ളത്തിന് വരുന്ന വരുവള്ളങ്ങളിലും ഒഴുക്ക് വള്ളങ്ങളിലൊക്കെ ആ കുരുത്തിന്റെ മൂട് ശരിക്കും കെട്ടാൻ മറന്നുപോയി. നല്ല മത്സ്യം പോകുന്നുണ്ട്, നല്ല വെള്ളവുമുണ്ട്, എല്ലാവർക്കും നല്ല മീനും കിട്ടുന്നുണ്ട്, ഇവനും അതുകൊണ്ട് വെച്ചു. പക്ഷേ കുരുത്തിന്റെ അടിഭാഗം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായി പോയി? ആ വെള്ളവും മത്സ്യമൊക്കെ ശരിക്കും മൂപ്പരെ കുറെ സമയം കാത്തുന്ന എല്ലാം കുരുത്തി നിറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും കൊട്ടുന്നു കണ്ടപ്പോ മൂപ്പരെടുത്ത് കൊട്ടി നോക്കിയപ്പോ ഒരു ചെറിയതായിരിക്കുന്ന ഒരു മീനിന്റെ ചെളുക്ക പോലും അവിടെ ഇല്ല. എന്തേ കാരണം? അതിന്റെ മൂട് കെട്ടേണ്ടതായിരുന്നു, ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അപാകത സംഭവിച്ചത്. അങ്ങനത്തെ ഒരു പരാജയം നാളെ നമുക്ക് വരാൻ പാടുള്ളതല്ല. ഹബാ മൻസൂറ എന്ന് പറയപ്പെടുന്ന ഒന്നും ഉണ്ടാവരുത്. ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അമാല അല്ലദീന ളല്ല സഅയ്യുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി പറയണം, ഖുൽ ഹൽ നുനബ്ബിയുകും, ആളുകളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു കൂട്ടരെ കൊണ്ട് അവരുടെ സഅയ്കൾ ത്യാഗങ്ങളൊക്കെ പോയി വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ, അവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ നല്ലതാ, ഞങ്ങൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവസാനമായി എല്ലാം പോയി. അങ്ങനത്തെ ആളുകളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരട്ടെയോ, അവരുടെ അധ്വാനങ്ങളൊക്കെ പോയി. അങ്ങനെ നമുക്ക് പോകരുത്. ആ പരാജയവും നഷ്ടവും പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താണ് ഇതിന്റെ മാധ്യമങ്ങളും മാർഗങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കാം, അതെന്താന്ന് എന്നോട് ചോദിക്കരുത്. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, അങ്ങനെ ആ മുസ്ലിയർ അവിടെ നിസ്കരിച്ചിരുന്നു, അവിടെ തങ്ങൾ നിസ്കരിച്ചു, ഇവിടെ ഒരു ഹോജ നിസ്കരിച്ചു,
ഇതൊന്നും നമുക്ക് തെളിവല്ല. ഇതൊന്നും നമുക്ക് തെളിവല്ല. അയാൾ നിസ്കരിച്ചതോ ഇയാൾ ചെയ്ത്. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എന്ത് പറഞ്ഞു, ആധികാരികമായ ശാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എന്ത് പറഞ്ഞു, പറയേണ്ടവർ എന്താക്കെ പറഞ്ഞത്, അതാണ് നമ്മുടെ തെളിവ്. അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു. നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് നമ്മളൊരു ന്യായം കൊണ്ടുവന്ന് തൽക്കാലമായിട്ട് നാവുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ കാര്യങ്ങളും കൊണ്ട് പരാജയപ്പെട്ടില്ലേ. ചൈനയിലുള്ളതായിരിക്കുന്ന കുറെ ആളുകൾ പട്ടിയെ തിന്നും, ചൈനക്കാര്. എന്നിട്ട് അവര് പറയുന്നത് അക്കാലു കെൽബിൻ ചൈനലൂന കാലു ലഹു കശാത്തിന്നാല് കാലും വാലൂൻ. ചൈനക്കാര് പട്ടിയെ തിന്നു. പട്ടിയെ തിന്നുന്നത് ശരിയല്ല. പട്ടി ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കുന്ന രോഗം ഉണ്ടാക്കുന്ന കൃമിയുള്ള സാധനമാണ്, തിന്നരുത്. അതിന് അപ്പൊ അവര് പറയുന്നത് ലഹുവൊക്കെ ഷാത്തി 4 കാലും പാലും. അത് ആടിനെ പോലല്ലേ 4 കാലും പാലും അവനില്ലേന്നാ. അപ്പൊ 4 കാലും വാലുണ്ട് എന്നുള്ളതാണ് തിന്നാനുള്ള മാനദണ്ഡം. അതിന് ശക്തിയായ അണുക്കൾ കാരണമായി പ്രമേഹ രോഗങ്ങൾ, അതിന് ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, ഒരുപാട് എയ്ഡ്സ് രോഗങ്ങളൊക്കെ പട്ടിയുമായുള്ള സമ്പർക്കം കൊണ്ടാണ് ഈ എയ്ഡ്സ് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ച പരീക്ഷണ ഗവേഷണങ്ങളൊക്കെ പത്രത്തിലൊക്കെ എഴുതിയിരുന്നല്ലോ. പട്ടിയെ കൊണ്ട് മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ ഫതുഹുൽ മുഈൻ എന്ന് പറയപ്പെടുന്ന കിതാബിൽ എഴുതി, ഒലൗനസാ കൽബുൻ ആദമിയ്യത്തൻ, ഒരു ആദമിയത്തായ ഒരു പെണ്ണുമായി ഒരു പട്ടി ബന്ധപ്പെട്ടാൽ, ഒരു പട്ടിയുമായി വികാരപരിഹാരം ഉണ്ടാക്കിയാൽ, അങ്ങനെ ഇപ്പൊ വലതത്ത് ആ പെണ്ണ് പ്രസവിച്ചു, ആദമിയത്തിന് ഒരു മനുഷ്യകോലത്തുള്ള കുട്ടിയെ പെറ്റാൽ, പട്ടിയാണ് പുതിയാപ്പള. പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയുടെ പുതിയാപ്പള നായ പുതിയാപ്പളയിൽ നിന്ന് ഒരു നായക്കുട്ടിയാകുന്ന മനുഷ്യരൂപം ഉണ്ടായാൽ നമ്മൾ പറയും ദേഷ്യം പിടിച്ച പോരെ കള്ള നായിന്റെ മോനെന്ന്. അത് ദേഷ്യം പിടിച്ച് പറയുന്നതാണ്. അതുപോലെ എന്ത് ചെയ്തു ഉണ്ടായാൽ എന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് മഹാനായിരിക്കുന്ന ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മക്കളാകുന്ന അവരൊക്കെ പറഞ്ഞു വെച്ച് പോയപ്പോ നമ്മളിങ്ങനെ വിചാരിക്കുക, ഒരു പട്ടി ഒരു നായനെ കൊണ്ട് ഒരു പെണ്ണ് വികാര പരിഹാരം കാണുമോ? എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങളൊക്കെ അറിയാനും വായിക്കാനൊക്കെ കേൾക്കാനൊക്കെ സാധിച്ചു. ധാരാളം നായക്കളെ കൊണ്ട് വികാര പരിഹാരങ്ങൾ നേടുന്ന എത്രയോ വൃത്തികെട്ടതായിരിക്കുന്ന ജീർണിച്ചതായിരിക്കുന്ന മനുഷ്യരൂപ വ്യക്തികളുണ്ട് എന്ന്. എയ്ഡ്സ് രോഗത്തിന്റെ തുടക്കവും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞത്, ന്യായങ്ങൾ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ചൈനക്കാര് പട്ടിയെ തിന്നാനുള്ള ന്യായങ്ങൾ എന്താ, അതിന് 4 കാലും പാലും ഉണ്ട് എന്നാ. അതുപോലെ ന്യായീകരിച്ചതുണ്ടായില്ല. നിസ്കരിച്ചാൽ ഇങ്ങനെ സഹിയാവുള്ളൂ, ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ എത്ര ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. ജാതീയ 99% ആയിക്കോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അതല്ല, ഇത് ആരോടും വ്യക്തി വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ മറ്റു സ്വയമായ അഭിപ്രായങ്ങളൊന്നുമല്ല. ആവറത്ത് മറക്കുന്നതിന്റെ രൂപം ഇങ്ങനെയാവുന്നു. മുസ്തമിലൻ അലാഹൂന, അതിന്റെ മേൽഭാഗം മുസ്തമിലായി മറക്കണം. അതായത് പൂർണ്ണമായി ചുറ്റി ബന്ധാക്കിയിട്ട് മേൽപോട്ടിൽ നിന്ന് ഒരാളിങ്ങൾ കീഴ്പോട്ട് നോക്കിയാൽ ഷർട്ടിന്റെ വിടവിൽ കൂടെയോ ബനിയന്റെ ഉള്ളിൽ കൂടെയോ അവന്റെ പുക്കളിന്റെ ഭാഗം കാണാൻ പാടുള്ളതല്ല. ഇതാണ് ഇതിന്റെ രൂപം. അതേ സമയത്ത് ഒരു ഉടുമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ച നിസ്കാരം സഹിയാവലോടുകൂടെ അവന്റെ ബേക്കിലുള്ളതായിരിക്കും. ചില ആളുകൾക്ക് നേരെ മുതുകിൽ കൂടെ ഒരു ചാല്, ചെറിയൊരു ഒഴുക്ക് ചാല്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാല് ഈ തുണിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ ചെറിയൊരു പഴുതുണ്ട് എന്ന് വെക്കുക. അപ്പൊ ശരിക്കും എന്ത് ചെയ്യാ, ഉടുത്തതായിരിക്കണം മുണ്ട് മുസ്തമിലായില്ല, അവനെ ബന്ധിച്ചു മറഞ്ഞില്ല, എന്നാലും നിസ്കാരം സഹിയാവില്ല. പിന്നെ എന്ത് വേണം, ആ ബേക്കിലുള്ളതായിരിക്കുന്ന ഒരു ചാല് വല്ല ബനിയം കൊണ്ടോ അല്ലെങ്കിൽ ആ ഉടുത്തതായ മുണ്ടിന്റേതായ തെല്ല് കൊണ്ടോ തലയിലിട്ടതായിരിക്കുന്ന തട്ടത്തിന്റെ തെല്ല് കൊണ്ടോ അത് പൂർണ്ണമായി ബേക്കിൽ എന്ത് ചെയ്യണം, മടക്കി വെക്കണം. പഴയ കാലത്തുള്ള ചില വയസ്സന്മാരൊക്കെ നിസ്കരിക്കുന്ന കണ്ടവർ പലരും ഉണ്ടാവാം. ഇതിനു വേണ്ടി ഔറത്ത് മറക്കാൻ വേണ്ടി. ഇതാണ് പുരുഷന്റേതായിരിക്കുന്ന ഔറത്തിന്റെ ഒരു ചെറിയതായിരിക്കുന്ന രൂപം. അപ്പോ മുട്ടുപുക്കൾ ഉൾപ്പെട്ട് മറക്കുക. ഇതാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു തവാബിന് പറയും. എന്തുകൊണ്ട് വലിയ അന്ന തവാഫ ഫീ മഖാമി സ്വലാഹ്, തവാബ് എന്നുള്ളത് അത് നിസ്കാരത്തിൻ്റെതായിരിക്കുന്ന സ്ഥാനത്താണ്. ലാകിൻ യഹല്ലു ഫീഹിൽ കലാം വസ്സലാം, കലാം സലാം അതിൽ അനുവദനീയമാവുന്നു. നിർബന്ധമായ ആവശ്യത്തിന് കലാം നടത്താം, സംസാരിക്കാം. നിസ്കാരത്തിൽ അത് പറ്റുകയില്ല. എങ്കിലും അതിന്റെ ശുറൂത്തുകളിൽ നിന്ന് പ്രധാനമായിരിക്കുന്ന ഷർത്തുകൾ, ഇതിപ്പോ പുരുഷന്റേതായിരിക്കുന്ന ഔറത്തിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും നിസ്കാരം സഹിയാവാനും അതുപോലെ തവാഫ് സഹിയാവാനും ഉള്ളതാണെങ്കിൽ സാധാരണ രീതിയിലൊക്കെ എത്രമാത്രം നമ്മൾ കുളിക്കാനും വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പുറത്തു നിന്ന് തോർത്തുണ്ട് മാറ്റുന്ന സമയത്ത് മറ്റൊരു സഹോദരൻ നമ്മളവിടെ ദർശിക്കാനും കാണാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടുപുക്കൾ ഒഴിച്ചുള്ള സ്ഥലമല്ലാതെ അവൻ കാണാൻ പറ്റുകയില്ല. ഒരു സഹോദരൻ അവിടെ ഉണ്ടെങ്കിലാന്നാ ഞാൻ പറഞ്ഞ, മറന്ന് സഹോദരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ്ട.
നമ്മയെ പോലെയുള്ള ഒരു സഹോദരൻ ഒലവുക്കാന അബൻ ഔക്കാന ഉമ്മൻ, അത് ഉമ്മയായാലും ബാപ്പയായിരുന്നാലും വേണ്ടില്ല. ഒരു മുമയ്യിസായിരിക്കുന്ന കുട്ടി മുതൽക്ക് ഒരു വലിയതായിരിക്കുന്ന ആൾ ഒരു തോർത്തുണ്ട് മാറ്റിയിട്ട് ആ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കുളി റൂമിലേക്ക് അങ്ങോട്ട് കടക്കുന്നതിന്റെ മുമ്പ് പുറത്തുനിന്ന് മാറ്റുമ്പോൾ അതാ മറ്റൊരാൾ അവിടെ ദർശിക്കാനുണ്ടെങ്കിൽ അവന്റെ മുട്ടുപുക്കളിന്റെ ഒഴികെയുള്ള സ്ഥലം കണ്ടാൽ തീർച്ചയായിട്ടും അത് കുറ്റകരമാണ്. എന്തുകൊണ്ട്? അത് ഔറത്താവുന്നു. ഇത് നമ്മൾ ആദ്യ ആളുകൾ ശ്രദ്ധിക്കലില്ല. അതുപോലെ കുളിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നും അവിടെ ഉള്ളവരാ. സാധാരണ പുരുഷന്മാര് പറയാറുണ്ട്, നമ്മളിപ്പോ ഈ എന്റെ ആണല്ലേ അങ്ങോട്ട് ഇരുന്ന് വിട്ടുടോ, അല്ലെ അങ്ങോട്ട് കഴിച്ചിട്ട് കുളിച്ച എന്താ അമ്മ എന്റെ അടുത്തുള്ളത് എന്റെ അടുത്തുണ്ട്, മറ്റൊന്റെ അടുത്തുണ്ട്, കുറച്ചൊക്കെ വലിപ്പവും ചെറുപ്പവും വീതിയും ഒക്കെ കുറവെന്നല്ലാതെ ആളനുസരിച്ചൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇതൊക്കെ പിന്നുണ്ട് ന്യായങ്ങളും. അതൊക്കെ താൽക്കാലികമായി സംസാര ശൈലിയിൽ കൂടെ ആളുകളെ വേട്ടയാടി പിടിക്കാനോ അല്ലെങ്കിൽ യുക്തിപരമായി രക്ഷപ്പെടാനുള്ളതാണ്. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല. അള്ളാഹു ചിലത് മറക്കാൻ പറഞ്ഞത് മറക്കുക, തുറക്കാൻ പറഞ്ഞത് തുറക്കുക, എടുക്കാൻ പറഞ്ഞു എടുക്കുക, ഉപേക്ഷിക്കാൻ പറഞ്ഞു ഉപേക്ഷിക്കുക. ഇതല്ലേ മനുഷ്യനക്ക് പറഞ്ഞത്? അതുകൊണ്ടല്ലേ മൂമിനായിരിക്കുന്ന മനുഷ്യനക്കുള്ള ജീവിതം അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി, ഈ ലോകത്തിലുള്ള ജീവിതം മുസ്ലിമായ ഒരു മനുഷ്യനക്കുള്ളത് സിജിനാണ്. അവൻ സെൻട്രൽ ജയിലിൽ കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ജയിൽ വാർഡർമാർക്ക് നിയമിച്ച നിയമങ്ങളെ വലിയ നടപ്പിലാക്കുമ്പോൾ അതല്ലാതെ ഒന്നും പറ്റുകയില്ല. എനിക്ക് പത്രം വായിക്കണം, എനിക്ക് ടെലിഫോൺ ചെയ്യണം, എനിക്കൊന്ന് പുറത്തു പോകണം, എന്റെ കൂട്ടുകാരെന്ന് കാണണം, എനിക്ക് കടയിലൊന്ന് പോകണം, സമ്മതിക്കുകയില്ല. ജയിലാണ് അനുവദിച്ചത് മാത്രം. എന്താണ് അവന്റെ ആ കുറ്റത്തിനനുസരിച്ച് ഗൗരവമായ ശിക്ഷകൾ, അല്ലെങ്കിൽ എളിവുള്ള ശിക്ഷ പറഞ്ഞത് മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ ഇത് തന്നെയാണ് മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യന്. അവന് നടക്കാനും ഇരിക്കാനും അവന് സംസാരിക്കാനും നിയമങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ട്. ഈ നിയമങ്ങൾ ഭാരമുള്ളതാണോ? അല്ല. യസീറുൻ അലാ മാ യസ്റഹുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച നല്ല മനുഷ്യന്മാർക്ക് അതെടുക്കാൻ ഒരു പ്രയാസവുമില്ല. ശക്തിയാ നിയമങ്ങളൊന്നുമില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് എളുപ്പമാർഗമാണ് ഉദ്ദേശിച്ചത്. അല്ലാഹു നിങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല. റബ്ബിന്റെ അടിമകളാണ്. ഇന്നല്ലാഹു റഊഫും ബിൽ ഇബാദ്, അവന്റെ അടിമകളെ കൊണ്ട് വളരെ റഊഫത്തുള്ളവനാണ്. എന്തോ ഒരു കൃപയാണ് അല്ലാഹുവിന് നമ്മയോട്, എന്തോ ഒരു കാരുണ്യമാണ് നമ്മയോടുള്ളത്. ഒരു വിഷമവുമില്ല. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരായിരിക്കുന്ന ആളുകൾ പൊതുവെ ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചോളി. ഇനി കഴിഞ്ഞ ജീവിതത്തിനോട് തുല്യമായ ജീവിതം മുമ്പിൽ കാണുകയില്ല ആരും. എല്ലാം അടുത്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ അത്ര ഇനി ജീവിക്കാമെന്ന് കരുതണ്ട. അപ്പൊ അത് കുറച്ച് സമയത്തിന്റെ ഉള്ളിലായി കഴിയുന്ന പരമാവധി 100% തന്നെ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമില്ല. അതുപോലെ തന്നെയാണ് സാധാരണഗതിയിൽ നാടുകളിലൊക്കെ ചെന്നാൽ പല ആളുകളിൽ നിന്നും കാണുന്നത്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഔറത്ത് മറക്കാതെ കണ്ട് വസ്ത്രം ധരിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിന്ന് വന്ന ആളുകൾ അധികം നാട്ടിൽ വന്ന് ആ പാന്റ് ഉപയോഗിക്കുന്നില്ല, ഷർട്ടും അങ്ങനെ ധരിക്കാതെ വീട്ടിലൊക്കെ വന്നാൽ ഈ പുക്കളിന്റെ താഴ്ഭാഗത്തേക്ക് ഇത് വസ്ത്രം ഇറക്കിയിട്ട് ധരിച്ച് ഈ ഭാഗം മുഴുവനും അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ദർശിക്കുന്നതിനൊക്കെ വലിയ ആളായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചിങ്ങനെ ഊതുക, സിഗരറ്റ് വെച്ചിങ്ങനെ വിട്ടുക. എനിക്കൊക്കെ ഒരു പുകയാണ്, ഇതൊന്നൊരു പുല്ല് വിലയാണ്, ഞാൻ ഈ തുണി വെച്ചിട്ട് ഇടുന്നാൽ എനിക്കൊരു പ്രശ്നം ചെയ്യാനാ അങ്ങനെ സന്ദർഭം അറിയിക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ ചെയ്യുന്ന പണിയിൽ എത്ര കഴമ്പുണ്ട്, ഇത് എത്ര നാണം കെട്ടതായ പണിയാണ്, ഇതിന് അള്ളാഹു എവിടെയാണ് വിലയിരുത്തിയത് എന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടി ഞാൻ ഇതിൽ ഊന്നി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിർബന്ധമായ സംഗതികളാണല്ലോ. ഇനി അതോടുകൂടെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഔറത്തുൽ ഹുറത്തി, ഒരു സ്വതന്ത്ര പെണ്ണിന്റെ ഔറത്താവുന്നത് മാ സിവൽ വജ്ഹി വ കഫൈഹാ, അവളുടെ മുഖവും മുങ്കയും ഒഴിച്ചുള്ള സ്ഥലമാണ് നിസ്കാരത്തിലുള്ള ഔറത്ത്, തവാഫിലുള്ളതായിരിക്കുന്ന ഔറത്ത്. പിന്നെ ബാക്കിയുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ അവളുടേതായിരിക്കുന്ന ഔറത്ത് 4 വിധത്തിലാണ് പെണ്ണിന്റേതായിരിക്കുന്ന ഔറത്ത്. അവളുടെ മാതാപിതാക്കളിലേക്ക് ചേർത്തി നോക്കിയാല് പുരുഷനായാലും സ്ത്രീയായാലും മുട്ടുപുക്കളുടെ ഇടയിലുള്ളത് മുഴുവനും ഔറത്താണ്. അവളെ കിട്ടാൻ ഹറാമായ അവളുടെ സഹോദരന്മാര്, അവളുടെ ഉപ്പ, അതുപോലെ തന്നെ അവളുടെ പിന്നെ ഉമ്മാന്റെ സഹോദരന്മാര്, അവളുടെ ആൺമക്കള്, ഇവരിലേക്കൊക്കെ ചേർത്തി വെക്കിയാൽ ആ പെണ്ണ് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മാത്രമേ മറക്കണ്ടുള്ളൂ. നല്ല മുലയും തലയും നല്ല ഭംഗിയും മുഞ്ചൊക്കെ ഉണ്ട്, എന്നാൽ തന്നെ അവൾക്ക് മറക്കൽ നിർബന്ധമായത് മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള മാത്രമുള്ള സ്ഥലമാണ്. അവർ സ്വന്തക്കാരുടെ ഇടയിൽ, ഈ സ്വന്തക്കാരൻ ഈ ഭാഗത്തിരിക്കുമ്പോ അങ്ങനെ നീണ്ടുപോകുള്ളൂ. ആരാ സ്വന്തക്കാരൻ? നമുക്കിപ്പോ എല്ലാവരും സ്വന്തക്കാരാ, നമുക്ക് എല്ലാവരും സ്വന്തക്കാരാ. പ്രത്യേകിച്ച് ഗൾഫ് നാട്ടിലൊക്കെ ഫാമിലിയായി ജീവിക്കുന്നവർക്കോ വളരെ സ്വന്തക്കാർ. അള്ളാഹ് ഒരു ഉമ്മ പെറ്റ മക്കൾ ഇത്ര യോജിപ്പുണ്ടാവുമല്ലേ. ഏതോ നാട്ടുകാരനായ ഒരു സഹോദരൻ നമ്മൾ കൂടി ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു റൂം, ഒരു ബിൽഡിംഗ് എടുത്തു. അതിൽ ഒരു റൂമിൽ അവനും ഒരു റൂമിൽ ഇവനും. എന്നിട്ടോ മെസ്സ് ഉണ്ടാക്കലെങ്ങനെ? ആ റൂമിലുള്ള പെണ്ണുണ്ടാകും, ഈ റൂമിലുള്ള പെണ്ണിന് മെസ്സ് ഉണ്ടാക്കാനുള്ള പ്രതിബന്ധം ഉണ്ടാകുമ്പോ ഇവളുടെ ഭർത്താവ് ഉണ്ടാവും, ആ റൂമിലുള്ളതായിരിക്കുന്ന സഹോദരി ഉണ്ടാവും. ഒരു കണ്ണൂർക്കാരത്തിയോ കാസർകോട്ടുകാരത്തിയോ അല്ലെങ്കിൽ കന്യാകുമാരിക്കാരത്തിയോ അല്ലെങ്കിൽ ഒരു കക്കടിപ്പുറത്തുകാരനോ ഒരു ആനക്കരക്കാരത്തിയോ ആയിരിക്കുന്ന ഒരു പെണ്ണും ഉണ്ടാകും അവിടെ. മറ്റേ സഹോദരൻ ഉണ്ടാവും. വേറെ ആരാ അവിടെ കാണാനുള്ളത്? ആരുമില്ല. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ?
ഒന്നും സംഭവിക്കില്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. ആർക്കും നമ്മൾ തമ്മിൽ എത്രയോ കാലമായി നമ്മൾ കൂടി ജീവിക്കൽ തുടങ്ങിയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് ആ ഭർത്താവും ഈ ഭർത്താവും ആ ഭാര്യയും ഈ ഭാര്യയും 4 ആളും കൂടി ഇരുന്ന് ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ അന്തസ്സായിട്ട് ഭക്ഷണം കഴിക്കുക. എന്താണ് ഇസ്ലാമികമായി അതിന്റെ വിധി? 1 ദിവസമല്ല, 2 ദിവസമല്ല, ആ മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിന്റെ ശാപവും മലായിക്കത്തിന്റെ ശാപവുമാണ് അവിടെ ഉള്ളത്. ഇസ്തഹബദ അലൈഹിമു ശൈത്താനു, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ശൈത്താനാണ്. ഉലൈക ഹിസ്ബു ശൈത്താനി, അവർ ശൈത്താന്റെ പാർട്ടികളാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, ശൈത്താനിനെ പൂജിക്കുന്ന ആളുകളും ശൈത്താന് നേതൃത്വം നിശ്ചയിച്ചതായ ആളുകൾ മുഴുവനും പരാജയത്തിലാണ്. എല്ലാം ചൂടാകുന്ന ആൾക്കാരുണ്ട് ഇതില്, നല്ല ചൂട് വരും. ആർക്ക് ചൂട് പിടിക്കാൻ പറ്റിയ കാര്യങ്ങളാണുള്ളത്. ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നിങ്ങൾ പറയുന്നത് എന്താ? ആരെ കൊണ്ട് നോക്കാൻ കഴിയുന്ന? എന്നാ അതിന് വേറെ ശമ്പളത്തിന് ആളെ വെച്ചോ, വേറെ ശമ്പളക്കാരനെ വെച്ചോ നോക്കാൻ കഴിയില്ലെങ്കിൽ ശരിക്കും പറയണേ കഴിയില്ല എന്ന് തന്നെ പറയുന്നത് ആളുകൾക്ക്. അല്ലെങ്കിൽ ഇതിന് നിൽക്കണ്ട. ഇതെങ്ങനെ ഇസ്ലാമികമായിട്ട് ജായിസാവോന്നാ? ഇനി അതിനേക്കാൾ ഡേഞ്ചറായ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൽഹമു യാ റസൂലല്ലാഹ്, നബിയെ ഹമ് ആരാണെന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂല് പറയാണ്,